നമസ്കാരം. ന്യൂസ് ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യക്കെതിരെ തിരിച്ചടിക്കാൻ തന്ത്രപരമായ നീക്കവുമായി പാക് ഭീകരർ. ജാഗ്രതയോടെ രാജ്യം. ഇന്ത്യക്കെതിരെ തിരിച്ചടിക്കാൻ പാക് ഭീകരർ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ. പ്രമുഖരാണ് ലക്ഷ്യമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് രാജ്യത്ത് കനത്ത ജാഗ്രത. അതേസമയം നിയന്ത്രണരേഖ കടന്ന് മിന്നലാക്രമണം നടത്തിയെന്ന ഇന്ത്യയുടെ അവകാശവാദം തെറ്റെന്ന് പാകിസ്ഥാൻ. UN ഇടപെടൽ മധ്യസ്ഥ ശ്രമങ്ങളും വളരെ ജാഗ്രതയോടുകൂടി ലോകം ഉറ്റുനോക്കുകയാണ്. പാക് നീക്കങ്ങളെയും ഇന്ത്യയും കനത്ത ജാഗ്രതയോടെ ഉറ്റുനോക്കുന്നു. ഈ വിഷയം ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് PJ വിൻസെൻ്റ്, വിദേശകാര്യ വിദഗ്ധൻ, ഒപ്പം കാർഗിൽ ഗവേഷകം പ്രബന്ധമാക്കിയ ഡോക്ടർ ബെന്നി തോമസ്, സെൻറ് ജോൺസ് കോളേജ് പൊളിറ്റിക്കൽ വിഭാഗം തലവൻ, രാഷ്ട്രീയ നേതാക്കളായ CPI നേതാവ് ബിനോയ് വിശ്വം, ഒപ്പം BJP നേതാവ് ജോർജ് കുര്യൻ കൂടി തത്സമയം ചർച്ചയിൽ പങ്കുചേരും. അതിഥികളിലേക്ക് എത്തും മുൻപ് ചെറിയൊരു ഇടവേളയിലേക്ക്. ശ്രീ PJ വിൻസെൻ്റ്, അന്താരാഷ്ട്ര വേദികളിൽ പ്രത്യേകിച്ച് UN-ലടക്കം പാകിസ്ഥാൻ ആവർത്തിക്കുന്നു ഇന്ത്യയുടെ സർജിക്കൽ ഓപ്പറേഷൻ അത് നടന്നിട്ടില്ല, പച്ചയായ കള്ളമാണ് ആവർത്തിക്കുമ്പോൾ. മറുവശത്ത് തന്ത്രപരമായ നീക്കം, നേരത്തെയൊക്കെ മുൻകാലങ്ങളിലൊക്കെ സ്വീകരിച്ചതുപോലെയുള്ള ഒരു ടെറർ ഓപ്പറേഷൻ, അതിനായി ഭീകരർ സജ്ജമാകുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്നത്. പതിവ് രീതിയിലൂടെ, കാരണം അന്താരാഷ്ട്ര വേദികളിലൊക്കെ ഇത് ആവർത്തിക്കുകയും അതൊരു മറയായി കണ്ടുകൊണ്ട് ഭീകരരെ ഉപയോഗിച്ചുള്ള നീക്കത്തിന് എത്രത്തോളം സാധ്യത കാണുന്നു? ഇന്നത്തെ ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ ശരിവെച്ചുകൊണ്ട് കണക്കിലെടുത്തുകൊണ്ട് കാര്യങ്ങളെ താങ്കൾക്ക് നിരീക്ഷിച്ചാൽ. പാകിസ്ഥാൻ ഭീകര ആക്രമണത്തിന് തുനിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിപ്പോൾ അതിർത്തി കടന്ന് നമ്മളൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയാലും ഇല്ലെങ്കിലും തുടർച്ചയായി ഇന്ത്യൻ മണ്ണിലേക്ക് ഭീകരരെ റിക്രൂട്ട് ചെയ്ത് കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര ഇന്ത്യക്കകത്തും അതുപോലെ അതിർത്തിയിലും നിരന്തരമായിട്ടുള്ള ഇൻകേർഷൻസ് അവർ നടത്തുന്നുണ്ട്. അതിപ്പോൾ ഈ സർജിക്കൽ സ്ട്രൈക്ക് നടന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് പാകിസ്ഥാൻ്റെ സൈനിക വക്താവ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ തന്നെ അതിർത്തിയിൽ കുപ്വാര മേഖലയിൽ വെടിവെപ്പുണ്ടായി എന്നും അതിൽ 2 പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം മിലിറ്ററി ഓപ്പറേഷൻ വളരെ സക്സസ്ഫുള്ളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് നിലവിലുള്ള സൈനിക മേധാവി വിരമിക്കുന്നതിന് മുമ്പായി ഒരു പ്രതികാര നടപടി എന്ന നിലയിൽ ഇന്ത്യൻ ലക്ഷ്യങ്ങൾ ആക്രമിക്കപ്പെടും എന്ന് തന്നെയാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. അത് ഭീകരർ ലക്ഷ്യം വയ്ക്കുന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെയോ അല്ലെങ്കിൽ സൈനിക ലക്ഷ്യങ്ങളെയോ ആവാം. പക്ഷേ 2012 ശേഷം വന്നിട്ടുള്ള ഒരു മാറ്റം വളരെ ശ്രദ്ധേയമാണ്. ഈ ഭീകര സംഘങ്ങൾ, അത് ലഷ്കർ-ഇ-തോയ്ബ ആവാം, അല്ലെങ്കിൽ ഹിസ്ബുൾ മുജാഹിദീൻ ആവാം, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഭീകര സംഘങ്ങൾ അവർ ട്രെയിൻ ചെയ്ത ആളുകളെ അതിർത്തി കടത്തിവിട്ട് അതിർത്തി മേഖലയിലും ഇന്ത്യക്കകത്തും ഭീകര പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്ന പതിവ് രീതി വിട്ട് നേരിട്ട് സൈനിക ലക്ഷ്യങ്ങളെ ആക്രമിക്കുക എന്ന നിലയിലേക്ക് അവൾ മാറിയിട്ടുണ്ട്. വേറൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജിഹാദി ഭീകരതയിൽ നിന്ന് പാക് സൈന്യം തന്നെ ഭീകരത സ്പോൺസർ ചെയ്യുന്ന ഒരു സൈനിക ഭീകരതയിലേക്ക് പാകിസ്ഥാൻ്റെ സൈനിക തന്ത്രം മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ടാണ് കുറച്ചുകൂടി കൃത്യതയാർന്ന ആക്രമണം നടത്താൻ ഈ ഭീകരർക്ക് കഴിയുന്നത്. അപ്പോൾ ഒരു മെർസിനറീസ് എന്നുള്ള ഒരു തലത്തിൽ നിന്ന് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കമാൻഡോസ് നടത്തുന്നത് പോലെയുള്ള ഓപ്പറേഷനുകൾ നടത്താൻ ഈ ഭീകരർക്ക് കഴിയുന്നത് സൈന്യം നേരിട്ട് ട്രെയിൻ ചെയ്യിക്കുകയും അതനുസരിച്ച് അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു പക്ഷേ ഇനി നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രധാന പ്രതിസന്ധി 1998 കാർഗിൽ ക്രൈസിസിനെ തുടർന്ന് രൂപപ്പെട്ട ബാറ്റ് പോലെയുള്ള സംവിധാനം, ബോർഡർ ആക്ഷൻ ടീം, ഭീകരരെയും പട്ടാളത്തെയും കൂട്ടിയോജിപ്പിച്ച് അതിർത്തി മേഖലയിൽ നിരന്തരമായ സംഘർഷം നടത്തുന്ന പാകിസ്ഥാൻ്റെ സൈനിക രീതിയിൽ നിന്ന് പരിപൂർണമായി ഒരു സൈന്യം തന്നെ ഭീകര സംഘമായി മാറുന്ന രൂപത്തിലേക്കുള്ള മാറ്റങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സൈനിക ഭീകരത വരുമ്പോൾ കുറച്ചുകൂടി കൃത്യതയാർന്ന് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും. അത് അതിർത്തിയിൽ ഉടനീളം തന്നെ ഒരുപക്ഷെ ആക്രമണം നടത്താനുള്ള ശേഷിയും പാകിസ്ഥാന് നൽകും. തീർച്ചയായിട്ടും അതീവ ജാഗ്രതയോടുകൂടി തന്നെ പാകിസ്ഥാൻ സൈന്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റവും അവരുടെ യുദ്ധതന്ത്രത്തിൽ വന്നിട്ടുള്ള വഴിത്തിരിവുകളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന വ്യത്യസ്തമായ രൂപത്തിലുള്ള സൈനിക തന്ത്രം, ബഹുമുഖ സൈനിക തന്ത്രം രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. തീർച്ചയായും താങ്കളിലേക്ക് എത്താം. ശ്രീ ജോർജ് കുര്യൻ, ഇങ്ങനെ
വളരെ വ്യക്തമായ മുറിവേറ്റ ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ പോകുന്ന ഒരു സാഹചര്യം. ഇവിടെ നമുക്ക് ചെറിയ ഒരു പിഴവുകൾക്ക് പോലും വലിയ വില നൽകേണ്ടി വരുന്നു. നമ്മൾ പത്താൻകോട്ടിലടക്കം കണ്ടു. അതിനുശേഷം അവിടെയൊക്കെയുള്ള സംവിധാനങ്ങളുടെ ഒരു പോരായ്മ ഇന്ത്യൻ സംവിധാനമൊക്കെ പരിശോധിച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഏത് രീതിയും അവലംബിക്കും പാകിസ്ഥാൻ. അതാണ് നേരത്തെ സൂചിപ്പിച്ച ഒരു ടെറർ രീതിയിലുള്ള ഒരു വഴി പോക്ക്. മറ്റൊന്ന് പല നയതന്ത്ര തലത്തിലുള്ള ഇടപെടൽ കൂടി ആ രീതി സാധ്യമായിക്കൊണ്ടുള്ള പാകിസ്ഥാൻ്റെ മുന്നോട്ട് പോക്ക്. ഏത് സാഹചര്യം നേരിടാൻ ഇന്ത്യ സജ്ജമാണോ? കേന്ദ്ര സർക്കാർ ഏത് രീതിയിലാണ് ഈ നിലപാടുകളെയൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നതും കാണുന്നത്? അല്ല, നമ്മൾ സമാധാനത്തിൻ്റെ മാർഗം സ്വീകരിച്ച അവസരത്തിലെല്ലാം തന്നെ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും മാർഗമാണ് തിരിച്ചു തന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാർഗിൽ യുദ്ധം നടന്നത് നമ്മൾ സമാധാന ശ്രമം നടത്തിയപ്പോഴാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സമാധാന ശ്രമം നടത്തിയപ്പോൾ അതേ രീതിയിലുണ്ടായി. മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ വലിയ ശ്രമമൊന്നും നടത്തിയില്ല എങ്കിലും ബോംബെയിലെ ട്രെയിൻ ബോംബ് വെച്ച് തകർത്ത് 220 പേരെയും ബോംബെ ആക്രമണത്തിൽ 187 പേരെയും ഒക്കെ കൊന്നു. അപ്പോൾ പാകിസ്ഥാൻ എന്നും ഒരേ മാനസികാവസ്ഥയിലാണ്. നമ്മൾ ആ മാനസികാവസ്ഥയിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. നമ്മൾ എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്നു. കാരണം നേരത്തെ നമ്മൾ ഒരു സൗഹൃദത്തിൻ്റെ ഹസ്തം നീട്ടുന്ന അവസരത്തിലാണ് അവർ നിരന്തരമായിട്ടുള്ള ഭീകരാക്രമണവും യുദ്ധവും നടത്തിയതെങ്കിൽ ഇപ്പോൾ നമ്മൾ ഭീകരവാദികളുടെ ക്യാമ്പ് ആക്രമിച്ചിട്ട് നമ്മൾ എന്തിനും തയ്യാറായിട്ട് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും രാജ്യം ഒറ്റക്കെട്ടായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഭീകരവാദത്തിനെതിരായിട്ടുള്ള ഒരു ആക്ഷനാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ലോകം മുഴുവൻ അംഗീകരിക്കുന്നതാണ്. അല്ലാതെ നമ്മൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ഭീകരവാദികളെ നേരിടുക എന്നുള്ളതാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവർക്കെതിരായിട്ടുള്ള ഭീകരവാദികളെ എവിടെ പോയും ആക്രമിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് മാത്രമാണ് ഭാരതവും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാജ്യം തയ്യാറാണ് ഈ രീതിയിലുള്ള പാകിസ്ഥാൻ്റെ നടപടിയെയും നേരിടാൻ രാജ്യം തയ്യാറാണ് എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായും ശ്രീ ബിനോയ് വിശ്വം, ഇവിടെ ഇന്ത്യയുടെ നടപടി, ഇന്ത്യ എടുത്ത പ്രധാനമന്ത്രി സ്വീകരിച്ച അല്ലെങ്കിൽ രാജ്യം സ്വീകരിച്ച, സൈന്യം സ്വീകരിച്ച നടപടിയെ ഇച്ഛാശക്തിയോടുകൂടി എടുത്ത തീരുമാനമെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം അംഗീകരിച്ചു. ഇപ്പോഴെടുത്തിരിക്കുന്ന നിലപാടുകൾ, ഇപ്പോൾ നീക്കുന്ന, കഴിഞ്ഞ ദിവസം വലിയ തോതിൽ, കാരണം സിനിമാ താരങ്ങളെ പോലും വിലക്കുന്ന സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഇന്ത്യ ബാഡ്മിൻ്റൺ കായിക തലത്തിലുള്ള ഇടപെടലുകൾ, നീക്കങ്ങൾ നടത്തുന്നു. അവിടേക്ക് ബാഡ്മിൻ്റൺ കളിയുമായി ബന്ധപ്പെട്ട് അവിടേക്ക് ആളിനെ വിടേണ്ടതില്ല, മത്സരത്തിൽ പങ്കെടുക്കേണ്ട, ഇങ്ങനെയൊക്കെ തന്നെ പല നീക്കങ്ങൾ, പല തന്ത്രങ്ങൾ. ഇപ്പോഴെടുക്കുന്ന പല സമീപനങ്ങളെ എങ്ങനെയാണ് ഉറ്റുനോക്കുന്നത്? കാതലായ വിഷയങ്ങൾ ഇനിയുമുണ്ട്. നമുക്കതിലേക്ക്, കാശ്മീർ അടക്കം നമുക്ക് ചർച്ച അതിലേക്ക് പിന്നീട് വരാം. ഇപ്പോഴത്തെ സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? രാജ്യത്തിൻ്റെ സുരക്ഷ സർവപ്രധാനമാണ്. ജനങ്ങളുടെ ജീവിതം, രാജ്യത്തിൻ്റെ മണ്ണ്, അതിർത്തി ഭദ്രത, ഇതെല്ലാം പൂർണ്ണമായിട്ടും സുരക്ഷിതമായി നമ്മുടെ നാടിനും ഭാവിക്കും വേണ്ടി സൂക്ഷിച്ചു വെക്കപ്പെടേണ്ടതാണ്. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. അതിൻ്റെ മേൽ കൈവയ്ക്കാൻ ശ്രമിക്കുന്നവരോട് തീർച്ചയായിട്ടും നമ്മൾ എതിർക്കുകയും വേണം. ഭീകരവാദികളെ മുൻനിർത്തിക്കൊണ്ട് പാകിസ്ഥാൻ നടത്താൻ ശ്രമിക്കുന്ന ഒരു ഇന്ത്യ വിരുദ്ധ നീക്കത്തിന് ചുട്ട ഉത്തരം കൊടുക്കാനായി നമ്മുടെ സൈന്യം കാണിച്ച ധീരമായ നീക്കത്തെ രാജ്യം പൊതുവിൽ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യും. പക്ഷേ ഇന്ത്യ പാക് ബന്ധങ്ങളുടെ ഉള്ളടക്കം എന്ത് വേണം? പൊതുവിൽ ഇന്നിനും നാളേക്കും വേണ്ടി ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ബന്ധങ്ങളെ നാം എങ്ങനെയാണ് ഭാവനയിൽ കാണേണ്ടത്? അത് മുഖ്യമായ കാര്യമാണ്. ഇവിടെ ഡിപ്ലോമസിയുടെ, സമവായത്തിൻ്റെയും സൗഹാർദ്ദപരമായ സംഭാഷണത്തിൻ്റെയും എല്ലാ വാതിലും കൊട്ടിയടച്ചുകൊണ്ട് സൈനികമായിട്ടുള്ള പരിഹാരമാണ് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും തർക്കങ്ങൾക്ക് വേണ്ടതെന്ന വാദഗതിയോട് യോജിക്കാൻ ഇന്ത്യക്കാരിലൊട്ടേറെ സാധിക്കുന്നില്ല. ആത്യന്തികമായിട്ട് ഒരു വാർ ഹിസ്റ്റീരിയ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പല കേന്ദ്രങ്ങളുമുണ്ട്. ഒരു യുദ്ധത്തിൻ്റെ ഒരു മനഃശാസ്ത്രം, യുദ്ധത്തിൻ്റെ ആസക്തി, അതല്ല നയതന്ത്ര ബന്ധങ്ങളെ, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ സ്വാധീനിക്കേണ്ട മുഖ്യമായ ഘടകമെന്ന് ലോകം ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ നാടിൻ്റെ അതിർത്തി കാക്കാനുള്ള ശ്രമത്തിൽ നമുക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടണം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പത്താൻകോട്ട് ഇന്ത്യയുടെ സൈനിക കേന്ദ്രം ആക്രമിച്ചത് ഭീകരവാദികൾ. അവർ അതിർത്തി കടന്ന് വന്ന് അകത്തേക്ക് വന്ന് പത്താൻകോട്ട് പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രപ്രധാന മേഖലയിലെ സൈനിക ആസ്ഥാനത്തിൻ്റെ മേൽ മരണം വിതച്ചുകൊണ്ട് തിരിച്ചുപോയി. അതുണ്ടായി. അതേ തെറ്റ് വീണ്ടും ആവർത്തിക്കുന്നു.
വീണ്ടും പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് ഇന്ത്യക്കുള്ളിൽ കടന്നു വന്നുകൊണ്ട് ഉറിയിൽ ഇത്രയും വലിയൊരു സ്ട്രൈക്ക് നടത്തിക്കൊണ്ട് പോകാൻ എങ്ങനെ കഴിയുന്നു? തീർച്ചയായിട്ടും നമ്മുടെ സുരക്ഷാ സംവിധാനത്തിൻ്റെ പാളിച്ചകളെപ്പറ്റിയോ ഗുണദോഷങ്ങളെപ്പറ്റിയോ ചോദിക്കാൻ ഇന്ത്യക്കാർക്ക് ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു അവകാശമില്ലേ? അല്ലാതെ പത്താൻകോട്ടും ഉറിയും എല്ലാം മറന്നുകൊണ്ട് കാശ്മീരിനെ പാടെ മാറ്റിവെച്ചുകൊണ്ട് നമുക്കൊരു പാക് വിരുദ്ധ ഹിസ്റ്റീരിയ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ജനങ്ങളുടെ താല്പര്യത്തിന് എത്രമാത്രം ഗുണകരമാണെന്ന കാര്യത്തെപ്പറ്റി നമുക്ക് സംശയം ഉണ്ടായിപ്പോകുന്നു. ഇപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ജനങ്ങൾ സൗഹൃദം കൊതിക്കുന്നവരാണ്, യുദ്ധം കൊതിക്കുന്നവരല്ല. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ചില വൃത്തങ്ങൾക്ക് ചിലപ്പോൾ താല്പര്യം കാണും യുദ്ധത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫണ്ടേഷന് വേണ്ടിയുള്ള ഒരു കളമൊരുക്കാൻ താല്പര്യം കണ്ടെന്ന് വരാം. പക്ഷേ അങ്ങനെയുള്ള ഒരു കൺഫണ്ടേഷനിസ്റ്റായിട്ടുള്ള യുദ്ധം ഏറ്റുമുട്ടൽ തുടങ്ങിയിട്ടുള്ള ഒരു ചെറിയ സാധ്യതയെ മാത്രം കാണുന്ന വിശാലമായിട്ടുള്ള ആശയവിനിമയത്തിൻ്റെയും ചർച്ചകളുടെയും നയതന്ത്രബന്ധത്തിൻ്റെയും എല്ലാ സാധ്യതകളെയും അംഗീകരിക്കാത്ത ഒരു ബന്ധമായി കൂടാ ദീർഘകാലത്തേക്ക് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ. നമുക്ക് അനുഭവമുണ്ടല്ലോ, ഒരു മുന്നൊരുക്കവും കൂടാതെ നമ്മുടെ പ്രധാനമന്ത്രി ഒരു ദിവസം പെട്ടെന്ന് ഓടിച്ചെല്ലുകയാണ് പാകിസ്ഥാനിലെ ഭരണത്തലവന്മാരുടെ മക്കളുടെ പിറന്നാളാഘോഷത്തിന് വേണ്ടി. അങ്ങനെയല്ല ഡിപ്ലോമസി പ്രവർത്തിക്കേണ്ടത്. ഡിപ്ലോമസി പ്രവർത്തിക്കേണ്ടത് നല്ല രാഷ്ട്രീയമായ നയതന്ത്രപരമായ ഒരുക്കത്തോടു കൂടിയായിരിക്കണം. ആ ഒരുക്കങ്ങളെല്ലാം കാണിക്കാതെ ചുമ്മാ ഗിമ്മിസ് കൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ നേരെയാകാൻ പോകുന്നില്ല. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും ഒരുപാട് കാരണങ്ങളുണ്ട്. ചരിത്രപരമായ കാരണങ്ങൾ, അതിർത്തിപരമായ സംഘർഷങ്ങൾ, ഒരുപാട് രാഷ്ട്രീയ സംഘർഷങ്ങൾ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും പലപ്പോഴും നാം കാണുന്നതാണ് ഈ വിഷയത്തിന്റെ വ്യാപ്തിയും ആഴവും മനസ്സിലാക്കാതെ നമ്മൾ എനിക്കൊന്നൊരു പക്ഷേ അത് ആധികാരികമായി ഡോക്ടർ ബെന്നി തോമസിന് അതിന്റെ മറുപടി ഉൾക്കൊള്ളാൻ കഴിയും. ശ്രീ ബെന്നി, വ്യക്തമായ രീതിയിലുള്ള യഥാർത്ഥ കാതലായ വിഷയങ്ങളിൽ നിന്നും ഒളിച്ചോടിക്കൊണ്ട് ഒരുപക്ഷെ ഒരു യുദ്ധം എന്ന നിലയിലേക്കോ അല്ലെങ്കിൽ സൈനികമായ നീക്കങ്ങളിലേക്ക് മാത്രം വിഷയത്തെ കൊണ്ടെത്തിക്കുന്നു. മറുവശത്ത് ബൃഹത്തായ സങ്കീർണമായ കാതലായ വിഷയങ്ങൾ നമ്മൾ കാണാതെ പോകുന്നുണ്ടോ? എങ്കിൽ അതെന്തൊക്കെ? താങ്കളെ പോലെയുള്ളവർ അവിടെ കാർഗിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ വ്യക്തമായ നിരീക്ഷണങ്ങൾ നടത്തിയ ആധികാരികതയോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കിയ വ്യക്തിയായതുകൊണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ പൊതുവെ അറിയപ്പെടുന്ന ചില പോപ്പുലർ ഇംപ്രഷൻസ് ഉണ്ട്. നമ്മൾ കരുതും ഹിന്ദു മുസ്ലിം ശത്രുത, വിഭജനവുമായി ബന്ധപ്പെട്ടുണ്ടായതായ സംഭവ വികാസങ്ങൾ, അതല്ല എങ്കിൽ കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ തലയാണ്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, അഭിപ്രായങ്ങളുണ്ട്. ഇതിലൊക്കെ ഉപരിയായി കാതലായ വിഷയം എന്ന് പറയുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ദാരിദ്ര്യം, പട്ടിണി. ഇതിന് പരിഹാരമുണ്ടാക്കാനായിട്ട് പാകിസ്ഥാന് കഴിയുന്നില്ല. ദാരിദ്ര്യവും പട്ടിണിയും പാകിസ്ഥാൻ്റെ ആഭ്യന്തരമായ പ്രശ്നങ്ങളും, നിരവധി പ്രശ്നങ്ങളുണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. ഫെഡറൽ പ്രശ്നങ്ങളുണ്ട്, ഭീകര പ്രശ്നങ്ങളുണ്ട്. അപ്പം ആഭ്യന്തരമായ പ്രശ്നങ്ങൾ, വിശേഷിച്ചും ദാരിദ്ര്യം, ഇത് പരിഹാരം കാണണമെങ്കിൽ കാശ്മീരിൽ ഇരിക്കുന്നതായ വെള്ളം, ഇതിൻ്റെ ഉറവിടം തങ്ങളുടെ കയ്യിൽ കിട്ടണം എന്ന തന്ത്രമാണ് 1947 മുതൽ പാകിസ്ഥാൻ അവലംബിച്ചു പോകുന്നത്. ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ കഴിയുന്നത് കാശ്മീരിലെ ജലത്തിൻ്റെ സ്രോതസ് അവകാശം ഞങ്ങളുടെ കയ്യിൽ ലഭിക്കുമ്പോൾ ഞങ്ങളുടെ പ്രശ്നം തീരും എന്ന് കരുതുന്നു. ഓരോ നിമിഷവും പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ സൊല്യൂഷന് വേണ്ടി നേരെ കാശ്മീരിലേക്ക് തിരിയുക, ഇന്ത്യയിലേക്ക് തിരിയുക, പ്രശ്നങ്ങളുണ്ടാക്കുക. ഈ ഒരു തന്ത്രമാണ് പാകിസ്ഥാൻ സ്വീകരിച്ചിരിക്കുന്നത്. വിശേഷിച്ചും പാകിസ്ഥാൻ ആർമിയാണ് അതിൻ്റെ ഉത്തരവാദിത്വം വരുന്നത്. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് അത്രമാത്രമില്ല. കാര്യം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ജനങ്ങളുടെ മേൽ വേണ്ട നിയന്ത്രണമില്ല. പാകിസ്ഥാൻ ആർമി രാജ്യത്തിൻ്റെ അഭിമാനം എന്ന രീതിയിലാണ് കാണുന്നത്. പാകിസ്ഥാൻ ഒരു ആർമി സ്റ്റേറ്റാണ്. തിയോക്രാറ്റിക് സ്റ്റേറ്റിനെക്കാട്ടിലുപരിയായി ഒരു ആർമി സ്റ്റേറ്റാണ്. ഈ ആർമിയാണ് വ്യക്തമായ വെള്ളത്തിൻ്റെ താല്പര്യത്തോടുകൂടി ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെ വഷളാക്കി ഈ രീതിയിലേക്ക് കൊണ്ടുപോകും.
കശ്മീർ വിഷയത്തിലേക്ക് ഡോക്ടർ ബെന്നി, കശ്മീർ വിഷയത്തിലേക്ക് വന്നാൽ, കാരണം UN-ന്റെ ഇടപെടൽ നമ്മൾ മധ്യസ്ഥ ശ്രമങ്ങൾക്കും നീക്കങ്ങൾ നടത്തുമ്പോഴും വീണ്ടും വീണ്ടും പാകിസ്ഥാന് ഒരു പിടിവള്ളി പോലെ കശ്മീർ എന്തുകൊണ്ടേ വരുന്നു, UN-ൽ ഉന്നയിക്കാൻ കഴിയുന്നു. കശ്മീർ വിഷയത്തിൽ അവിടെ നമ്മൾ കാണാതെ പോകുന്നതോ അല്ലെങ്കിൽ ബോധപൂർവം തമസ്കരിക്കുന്ന യാഥാർത്ഥ്യങ്ങളുണ്ടോ? അതാണ് ഈ പറയുന്ന നേരത്തെ ബിനോയ് വിശ്വം അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്, ആവർത്തിക്കുന്നത്. ഒരു ഒളിച്ചുവോട്ടം നമ്മൾ നടത്തുന്നുണ്ടോ കശ്മീർ വിഷയത്തിൽ? കാശ്മീർ വിഷയത്തിലെ നമ്മൾ പൊതുവെ അറിയപ്പെടുന്നുണ്ടല്ലോ ഹിന്ദു മുസ്ലിം വർഗവ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ അത്തരത്തിലുള്ളതായ കാര്യങ്ങൾ നമുക്ക് അറിയുന്നുണ്ട്. അത് മാത്രം പ്രൊജക്റ്റ് ചെയ്യും. ഇന്ത്യയും പ്രൊജക്റ്റ് ചെയ്യും, പാകിസ്ഥാനും പ്രൊജക്റ്റ് ചെയ്യും. അതെ, വർഷങ്ങളായി ഈ വിഷയം പ്രൊജക്റ്റ് ചെയ്തിട്ട് യഥാർത്ഥ വിഷയത്തെ മറച്ചു വെക്കും. അതായത് ജനങ്ങളുടെ ഒരുപക്ഷെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പോലും എന്താണ് കാതലായ വിഷയം എന്നതിലേക്ക് ആരും ശ്രദ്ധ ചെലുത്തുന്നില്ല. ശ്രദ്ധ ചെലുത്താനായിട്ട് നമ്മളുടെ ചരിത്രം എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണല്ലോ. നമ്മളെ കൊച്ചിലെ മുതലേ പഠിപ്പിച്ചിട്ടുള്ള ചരിത്രം അങ്ങനെ തന്നെയാണ്. ഹിന്ദു മുസ്ലിം വ്യത്യാസം ഇത് വെച്ചുകൊണ്ട് നമ്മൾ കളിക്കും. നമ്മളുടെ ചരിത്രം എന്താണ്? ബ്രിട്ടീഷുകാർ നമ്മളെ എഴുതുന്ന ചരിത്രം. ഇതിനെ യഥാർത്ഥ വിഷയം എന്തെന്ന് കണ്ടെത്തി ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് മാറി മാറി വന്ന ഭരണകൂടങ്ങളെല്ലാം ഒരു ഗെയിമായിട്ട് ഉപയോഗിക്കുകയായിരുന്നു. ഭരണകൂടവും ഉപയോഗിക്കുന്നില്ല, അക്കാഡമിയും ഉപയോഗിക്കുന്നില്ല, ഗവേഷകർ മുന്നോട്ട് വരുന്നില്ല. അത് ഭരണകൂടത്തെക്കാട്ടിലുപരിയായി ഇതിൻ്റെ ഉത്തരവാദി അക്കാഡമിയാണ്. ഗവേഷകർ ഇതിൻ്റെ യഥാർത്ഥ സത്യം എന്ത് എന്ന് കണ്ടെത്തി പൊതുജനങ്ങളെ അറിയിക്കുവാനായിട്ട്, ബഹുജനങ്ങളെ അറിയിക്കുവാനായിട്ട്, അധ്യാപകരാണെങ്കിൽ അവരുടെ വിദ്യാർത്ഥി സമൂഹത്തെ അറിയിക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാതലായ വിഷയം മൂടപ്പെടുകയാണ്. യെസ്, അവിടെ ശ്രീ ജോർജ് കുര്യൻ, രാഷ്ട്രീയമല്ല ശ്രീ ബിനോയ് വിശ്വത്തിൻ്റെ വാക്കുകളെ രാഷ്ട്രീയമായി കാണേണ്ടതില്ല, മറിച്ച് ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ സമ്മതിക്കണം. എന്താണ് കശ്മീരിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? മാത്രമല്ല UN-ന്റെ ഇടപെടൽ വേണം എന്ന തലത്തിലേക്ക് പാകിസ്ഥാൻ എന്ത് ആർജവത്തോടുകൂടി ഇങ്ങനെ ആവശ്യപ്പെടുന്നു. അവിടെ നമ്മൾ എടുക്കുന്ന നിലപാട് നമുക്ക് ഒരു സംശയകരമായ നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകേണ്ട സാഹചര്യം എന്ത്? ബിനോയ് വിശ്വത്തിന് അദ്ദേഹം പറഞ്ഞ വാക്കുകളെ താങ്കൾ ഒന്ന് വിലയിരുത്തി മറുപടി നൽകി. ശ്രീ ജോർജ് കുര്യൻ, താങ്കളോടാണ്. 48 മുതലുള്ള വിഷയമാണ്. UN-ന്റെ വിഷയം നമുക്കറിയാം. UN-ന്റെ വിഷയം നമുക്ക് അറിയാവുന്നതാണ്. അവിടെ സംഭവിച്ച കാര്യങ്ങളും അറിയാവുന്നതാണ്. പക്ഷേ അതിനുശേഷം ഈ ഇന്ത്യയിലെ ജനങ്ങളും പാകിസ്ഥാനിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നത് രണ്ട് രാജ്യങ്ങളുടെയും വികസനമാണ്. അതുകൊണ്ട് ഇന്ത്യ നിരന്തരമായിട്ട് പാകിസ്ഥാനിലെ ജനങ്ങൾക്കാണ് സന്ദേശം കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്ത്യയിലെ ഏത് ഭരണകൂടമാണെങ്കിലും ഈ സൗഹൃദത്തിൻ്റെ ഹസ്തം നീട്ടിയത്, അത് BJP ആയാലും കോൺഗ്രസ് ആയാലും ഏത് ഭരണകൂടമായാലും, സൗഹൃദത്തിൻ്റെ ഹസ്തം നീട്ടിയത് അത് അവിടുത്തെ ജനങ്ങൾക്കുള്ള സന്ദേശമായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയും പറഞ്ഞ കാര്യമാണ്. കാരണം നമ്മുടെ അതേ സമയത്ത് തന്നെ സ്വാതന്ത്ര്യം പ്രാപിച്ച രാജ്യങ്ങൾ നമ്മളെക്കാൾ വളരെ മുന്നോട്ട് പോകുന്നു, വികസനമുണ്ടാകുന്നു, ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുന്നു. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും ഈ രണ്ട് രാജ്യങ്ങളും ഡിഫൻസിന് വേണ്ടി പണം മാറ്റിവെക്കുന്നു. അതെന്തിൻ്റെ പേരിലായാലും ആ ദാരിദ്ര്യമുള്ള രാജ്യങ്ങളിൽ ഈ സുരക്ഷയ്ക്ക് വേണ്ടി പണം മാറ്റിവെക്കുന്ന അന്തരീക്ഷം മാറ്റിയിട്ട് സൗഹൃദത്തിൻ്റെ അന്തരീക്ഷം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ട് രാജ്യങ്ങൾക്കും വികസിക്കാൻ സാധിക്കും എന്നുള്ള സന്ദേശമാണ് ഇന്ത്യയിലെ ഭരണകൂടം നിരന്തരമായിട്ട് നൽകിക്കൊണ്ടിരുന്നത്. അതിനെല്ലാം നമുക്ക് കിട്ടിയത് തിരിച്ചടിയാണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവിടുത്തെ പട്ടാള ഭരണകൂടം അല്ലെങ്കിൽ പട്ടാളം അവർക്ക് എന്നും സിവിലിയൻ ഭരണകൂടത്തിന് മേൽക്കൈ വേണം. അതിന് വികാരപരമായിട്ടുള്ള ഒരു സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. എല്ലാ കാലഘട്ടങ്ങളിലും അത് വിജയിക്കുന്നുണ്ട്. കാരണം അവിടെ മച്വർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പക്വതയുള്ള ഒരു ജനാധിപത്യമല്ല ഉള്ളത്. പക്ഷേ നമ്മളൊക്കെ വേറൊരു പോട്ടെ, പാകിസ്ഥാന്റെ കാര്യം വിടുക, ഇന്ത്യക്കകത്ത് പോട്ടെ, പാകിസ്ഥാന്റെ കാര്യം മാറ്റിവെക്കുക, ഇന്ത്യക്കകത്ത് കശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കകത്തുള്ള കാതലായ വിഷയത്തിൽ പോലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തത് എന്തേ? അവിടുത്തെ അങ്ങനെ ഒരു പരിശോധന നമ്മൾ എന്തുകൊണ്ട് നടത്തുന്നില്ല?
അല്ല, അതാണല്ലോ അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞത്. ഇതിൻ്റെ അകത്തൊരു മാനുഷിക വിഷയമുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ഒരു ജനത വിഭജിക്കപ്പെടുകയാണ്. കേരളത്തിൽ ഏതാണ്ട് പത്തനംതിട്ട വെച്ച് വിഭജിക്കപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണോ ഉണ്ടാകുന്നത്, അതായത് അച്ഛൻ അവിടെയും മകൻ ഇവിടെയും ഭാര്യ അവിടെയും ഭർത്താവ് ഇവിടെയുമായിട്ട് വിഭജിക്കപ്പെട്ടു പോയി. അങ്ങനെയുള്ള ജനതയെ വർഷങ്ങളോളം അവർക്ക് പരസ്പരം ബന്ധപ്പെടാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ടായി. അതാണ് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞത്, തീർച്ചയായിട്ടും അവർ ബന്ധപ്പെടേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, അതിന് പരിഹാരമായിട്ട് ഇന്ത്യയുടെ പാർലമെൻറ്റ് 1991 പാസ്സാക്കിയ പ്രമേയം POK പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒരു ജനത രണ്ടായിട്ട് വിഭജിക്കപ്പെട്ട് നിൽക്കുന്നു, അത് ഒന്നാകേണ്ടിയിരിക്കുന്നു, ആ മാനസികാവസ്ഥയിലേക്ക് വരേണ്ടിയിരിക്കുന്നു. അതാണ് നമ്മൾ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പാകിസ്ഥാൻ മുതലെടുക്കുന്നതും. കാരണം ആ ജനത, ഈ കാശ്മീരിലെ ജനത രണ്ടാക്കപ്പെട്ടിരിക്കുന്നു. അവരെ ഒന്നാകുകയും അവരുടെ വേദനകൾ പരിഹരിക്കപ്പെടുകയും ചെയ്യാനുള്ള ശ്രമം അടൽ ബിഹാരി വാജ്പേയി അവിടെ ഞാൻ ജോർജ് കുര്യനിൽ വെക്കാം. ശ്രീ ബിനോയ് വിശ്വം, ആ അടൽ ബിഹാരി വാജ്പേയി തുടങ്ങി വെച്ച നയം ഈ 2 വർഷക്കാലം പിന്തുടരുകയായിരുന്നു. മാത്രമല്ല, അവിടേക്ക് കാശ്മീരിലേക്ക് സമാധാന ചർച്ചകളുമായിട്ടൊക്കെ നീങ്ങുകയുണ്ടായി 2 വർഷത്തിനിടയ്ക്ക് മോഡി സർക്കാർ. ഇതൊക്കെ ശുഭകരമായ സൂചനയെന്ന് അവകാശപ്പെടുമ്പോൾ യാഥാർത്ഥ്യം മറിച്ചാണെന്ന് നിങ്ങൾക്ക് എന്ത് സംസാരിക്കേണ്ടി വരുന്നു? അതിന് വളരെ പഞ്ചായത്ത് നിങ്ങൾക്ക് ഉയർത്താൻ കഴിയുന്ന വാദഗതികൾ, പാർലമെന്റിനടക്കം വിഷയങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ചർച്ചയ്ക്ക് വന്നു. ഇപ്പോഴും അതൊരു ആത്യന്തിക വിഷയമായി ഒരു മാറ്റവുമില്ലാതെ എന്തേ നിലനിൽക്കുന്നു? ശ്രീ ബിനോയ് വിശ്വം. ഞാൻ സംശയം കൂടാതെ പറഞ്ഞോളൂ. ആ അബദ്ധത്തിന്റെ അല്ലല്ല, ഞാൻ ജോർജ് കുര്യനിലേക്ക് എത്താം. ശ്രീ ബിനോയ് വിശ്വം, മറുപടി. ജോർജ് കുര്യൻ, താങ്കളിലേക്ക് എത്താം. അല്ല എങ്കിൽ ആ യുവനിലേക്ക് പോകാൻ പാടില്ലായിരുന്നു. ജോർജ് കുര്യൻ, ദയവായി ബിനോയ് വിശ്വം മറുപടി. ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞല്ലോ, തുടരാം താങ്കൾക്ക്. എൻ്റെ സ്നേഹിതനാണ് ശ്രീ ജോർജ് കുര്യൻ. അദ്ദേഹം പറഞ്ഞല്ലോ വാജ്പേയി തുടങ്ങി വെച്ചിട്ടുള്ള ചില ശ്രദ്ധേയമായ നീക്കങ്ങളെ പറ്റി. അതിലേറ്റവും മുഖ്യമായ കാര്യം ആ ലാഹോർ ബസ് സർവീസ് ആരംഭിച്ചതാണ്. ഒരു കൊച്ചു കാര്യമല്ല. ഈ പറഞ്ഞ പോലെ വേർതിരിക്കപ്പെട്ടൊരു ജനത, സാഹോദര്യത്തിൻ്റെയും ഭയങ്കരമായ ബന്ധത്തിൻ്റെയും എല്ലാ ഭൂതകാലവും ബലാത്കാരമായിട്ട് വെട്ടിമുറിക്കപ്പെട്ട ഒരു ജനത. ആ ജനതയ്ക്കിടയിൽ വാജ്പേയി ആരംഭിച്ച ആ ഒരു നീക്കം ചെറുതല്ലാത്ത സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. ഒരു ബസ് ഓടിപ്പോകുക മാത്രമല്ല വിഷയം. അമൃത്സറിൻ്റെ ഒരു ബസ് ലാഹോറിലേക്ക് പോയി എന്നത് മാത്രമല്ല, ആ ബസ് ഇങ്ങോട്ട് നിന്ന് മാത്രമല്ല, ആ ബസ്സിലൂടെ വാജ്പേയി ഗവൺമെൻറ് അന്ന് പ്രതിഫലിപ്പിക്കാൻ ശ്രമിച്ചത് ഇന്ത്യയുടെ വികാരമാണ്. ആ വികാരം പൂർണ്ണമായും ശരിയാണ്. ആ വികാരം പറഞ്ഞു, ഇന്ത്യൻ ജനതയ്ക്ക് പാക് ജനതയുമായിട്ടുള്ള ഒരു സംഘർഷത്തിൽ താല്പര്യമില്ല, അവർക്ക് ആവശ്യ സാഹോദര്യമാണെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. പക്ഷേ അത് ഇഷ്ടപ്പെടാത്ത കേന്ദ്രങ്ങൾ അന്നുകൊണ്ട് ഇവിടെ പണ്ടും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പലപ്പോഴും മുദ്രാവാക്യം മുഴങ്ങിയിട്ടുണ്ട്, ക്രഷ് പാകിസ്ഥാൻ എന്ന്. പാകിസ്ഥാനെ പപ്പടം പോലെ പൊടിക്കുക എന്ന്. പപ്പടം പോലെ പൊടിച്ചുകൊണ്ടല്ല പ്രശ്നം തീർക്കേണ്ടത് ലാഹോർ ബസ് ഓട്ടം പോലെയുള്ള ഒരുപാട് സ്നേഹം നിറഞ്ഞ നിരന്തരപരമായ ബന്ധങ്ങൾ മുഖേനയാണെന്ന് വാജ്പേയി തിരിച്ചറിഞ്ഞ ആ തിരിച്ചറിവ് പൂർണ്ണമായും ശരിയാണ്. അതിനോട് വിയോജിപ്പുള്ളവർ അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട്. പാക് സൈന്യം എല്ലാ കാലത്തും പാകിസ്ഥാൻ രാഷ്ട്രീയത്തിനകത്ത് ഇടപെടാൻ ശ്രമിച്ച ഒരു പാരമ്പര്യമുള്ള ഒന്നാണ്. അവർ ഈ സംഘർഷത്തിൻ്റെ രക്തത്തിൻ്റെ രുചി അറിഞ്ഞവരാണ്. ആ പാക് സൈന്യത്തിന് പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് അന്നുമുണ്ട് ഇന്നുമുണ്ട്. അവരുടെ കയ്യിൽ കളിക്കാൻ പാടില്ല ഇന്ത്യ. സംഘർഷമുണ്ടാക്കാൻ നിൽക്കുന്നവർ, കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ, അവരെല്ലാം നടത്തുന്ന ഓരോ കരുനീക്കത്തിൻ്റെയും ഒരു കെണിയിൽ ഇന്ത്യ പെട്ടുപോകാൻ പാടില്ല. ഇന്ത്യയുടെ അതിർത്തിക്കകത്ത് ഭദ്രത വേണം. അതുകൊണ്ട് പാകിസ്ഥാനിൻ്റെ ഭീകരവാദികൾ, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ സൈന്യത്തിൻ്റെ ഒത്താശയുള്ള ഭീകരവാദികൾ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന ബോർഡർ ആക്റ്റീവ് ടീമിനെ പോലെയുള്ള ബാറ്റ് പോലെയുള്ള സൈന്യം തന്നെ ടെററിസ്റ്റായി മാറുന്ന അവസ്ഥ, അതിൻ്റെ എല്ലാം കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല ബുദ്ധിപൂർവ്വ നീക്കം ഇന്ത്യക്ക് ആവശ്യമുണ്ട്. നമ്മൾ പറയുമ്പോൾ ശ്രീ ബിനോയ് വിശ്വം അവിടെ പാകിസ്ഥാനിലേക്ക് അദ്ദേഹം അപ്രതീക്ഷിതമായി മോദി വന്നിറങ്ങുന്നു, സൗഹൃദഹസ്തം നീട്ടുന്നു. പക്ഷേ നയതന്ത്ര തലത്തിൽ നമുക്ക് നേരിട്ട തിരിച്ചടികൾ ബോധ്യമുള്ളതാണ്. അതല്ല, യഥാർത്ഥ വിഷയങ്ങൾ എന്താണ്? നമ്മൾക്ക്
പ്രായോഗിക തലത്തിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്കടക്കം നിർദ്ദേശിക്കാവുന്ന കാര്യം, നിങ്ങളുടെ നേതാക്കന്മാരെയൊക്കെ തന്നെ വിളിച്ച് കാശ്മീരിലേക്ക് കൊണ്ടുപോയി യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി അവിടെ ചർച്ചകളോടൊക്കെ അവർ പുലർത്തുന്ന സമീപനം, ഇതിനും അപ്പുറത്തേക്ക് വിശാല തലത്തിൽ കാണാതെ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ആവശ്യപ്പെടാം. നിങ്ങൾ കൂടി സമ്മതിച്ച ഒരു ഓപ്പറേഷനെ നിങ്ങൾ കൂടി സമ്മതിച്ചു. പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അത് പറയാനുള്ള ബാധ്യത കൂടി നിങ്ങൾക്കുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ പ്രായോഗിക തലത്തിൽ ഇനിയും കൊണ്ടുവരാൻ കഴിയും, കാണാതെ പോകുന്ന കാര്യങ്ങൾ? ശ്രീ ബിനോയ് വിശ്വം. ഒന്നാമത്തെ കാര്യം, ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പോംവഴി യുദ്ധമാണെന്ന നിലപാടിൽ ഇന്ത്യ നിൽക്കാൻ പാടില്ല. ചിലപ്പം ഭീകരവാദികളുടെ വിഭാഗത്ത് നിന്ന് ഇതൊക്കെ ഉണ്ടായാൽ തീർച്ചയായിട്ടും തന്നെ തടയണം, അതിനുവേണ്ടിയുള്ള ആക്രമണം വേണ്ടി വരും. അവരെ ഈ പറഞ്ഞ മാതിരിയുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് വേണ്ടി വന്നേക്കാം. പക്ഷേ സർജിക്കൽ സ്ട്രൈക്കും യുദ്ധവും സന്നാഹങ്ങളും മാത്രമാണ് പോംവഴി എന്ന് ഇന്ത്യ ചിന്തിക്കാൻ പാടില്ല. ഡിപ്ലോമസിയുടെ വഴിക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ആ ഡിപ്ലോമസിയുടെ വഴിയിൽ മുന്നൊരുക്കങ്ങൾ, ഹോംവർക്ക്, രാഷ്ട്രീയ പാഠങ്ങൾ ഇതെല്ലാം മുഖ്യമായ കാര്യമാണ്. അതിന് പകരം നവാസ് ഷെരീഫിൻ്റെ വീട്ടിലെ പിറന്നാളാഘോഷത്തിന് പ്രധാനമന്ത്രി മോഡി ഒരു മുന്നറിയിപ്പുമില്ലാതെ കയ്യും വീശി പോവുക, സമ്മാനം കൊടുക്കുക, മടങ്ങിപ്പോരുക. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ മോഡൽ ഓഫ് എ പ്രാക്ടിക്കൽ ഡിപ്ലോമസി, എ ഇൻ്റലിജൻറ്റ് ഡിപ്ലോമസി. ബുദ്ധിപൂർവകമായ നേതൃത്വത്തിൻ്റെ മാർഗ്ഗമല്ല ശ്രീ മോഡി കാണിച്ചത്. അത് വളരെ ഒരു ആർക്കും ചെയ്യാവുന്ന, വെറും കൈകടിക്ക് വേണ്ടി മാത്രമുള്ള ഒരു പൊടിക്കൈ പോലെ ആയിപ്പോയി. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും നടുവിലുള്ള പ്രശ്നങ്ങളിലെ ഒരു മുഖ്യമായ പ്രശ്നമാണ് കശ്മീർ പ്രശ്നം. അതൊരു മുള്ളാണ്. ആ മുള്ളിന് ഒരുപാട് പഴക്കമുണ്ട്, ചരിത്രപരമായ കാരണങ്ങളുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് കാശ്മീർ വിഷയത്തിന് പരിഹരിക്കാൻ വേണ്ടി നീക്കം നടത്തിയേ തീരൂ. അത് വരുമ്പോൾ ഇപ്പോൾ നടക്കുന്നത് പോലെ കാശ്മീരിലെ തെരുവുകളിലെ എല്ലാവരെയും പെല്ലറ്റ് ബുള്ളറ്റുകൾ കൊണ്ടോ അല്ലെങ്കിൽ കൊല്ലുന്ന വെടികുണ്ട കൊണ്ടോ നേരിട്ട് കൊണ്ട് സൈനികമായ പരിഹാരമല്ല കാശ്മീരിന് വേണ്ടത്. സൈനിക പരിഹാരമല്ല. കാശ്മീർ ജനതയെ വീണ്ടും വീണ്ടും ശത്രുക്കളാക്കി കണ്ടുകൊണ്ട് അവരെ വീണ്ടും മറുപക്ഷത്തേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ മാർഗത്തിലൂടെയല്ല കാശ്മീർ പ്രശ്നത്തിന് ഇന്ത്യ കാണേണ്ടത്. അതിനകത്ത് കുറച്ചുകൂടെ ഗൗരവമായിട്ട് പഠിക്കേണ്ടത്. തീർച്ചയായും കശ്മീർ വിഷയം ഒരു ആത്യന്തികമായ ഇടപെടാൻ കഴിയാത്തൊരു വിഷയമായി മാറുമ്പോൾ ഇനിയും നയതന്ത്ര തലത്തിലുള്ള സാധ്യതകൾ ബിനോയ് വിശ്വം പറയുന്നത് പോലെ കിടപ്പുണ്ടോ? മറ്റ് അതിഥികളിലേക്കും നയതന്ത്ര വിദഗ്ധരിലേക്കും ഒക്കെ മടങ്ങിയെത്താം. ജോർജ് കുര്യനിലേക്കും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ശ്രീ വിൻസെന്റ്, ഇനിയും സാധ്യതകൾ ഉണ്ട്. സൈനിക നടപടി മാത്രമല്ല, സൈനിക നടപടി അവലംബിച്ചാൽ കൂടി ഒരു കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ വിഷയം തീരുന്നു. അപ്പോഴും കശ്മീർ വിഷയം, കശ്മീർ ജനത അവർ ഉയർത്തിയ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പരിഹാര മാർഗങ്ങളോ, എന്തുകൊണ്ട് അവർ മുന്നോട്ട് വരുന്നു, ഇതിൻ്റെയൊക്കെ തന്നെ പരിഹാര മാർഗങ്ങളോ കാരണങ്ങളോ കാണാതെ പോകുന്നുണ്ടോ? ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ സൈനിക നീക്കം അത് മാത്രം, ആ കാര്യത്തിലേക്ക് മാത്രം കാര്യങ്ങൾ ഒതുങ്ങുന്നുണ്ടെങ്കിൽ വലിയ വില, പഴയപടി കാര്യങ്ങൾ പോവുകയില്ലേ? അല്ല, അതിൽ ഇന്ത്യ ചൈന പ്രശ്നം നയതന്ത്ര ചർച്ചയിലൂടെ മാത്രം പരിഹരിക്കാൻ പറ്റുന്നതല്ല. ഇന്ത്യ പാക് സംഘർഷത്തിൽ ഒരിക്കലും ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചില്ല. 47-ന് ശേഷം ഇതുവരെ മറ്റൊരു രാജ്യത്തെയും കടന്നാക്രമിക്കാത്ത ഒരു പാരമ്പര്യം നമുക്കുണ്ട്. പക്ഷേ 1948-ലും 65-ലും 71-ലും 1998-ലുമായിട്ട് 4 മേജർ വാർസ് ഉണ്ടായി. അതിനുശേഷം തുടർച്ചയായിട്ടുള്ള ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ നയതന്ത്രം ലോലശക്തിയുടെ പ്രയോഗമാണ്. അത് സക്സസ്ഫുൾ ആവണമെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഹാർഡ് പവറിൻ്റെ ബാക്കനിങ്സ് വേണം. നമ്മൾ അതിർത്തിയിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ എഫക്റ്റീവായിട്ടുള്ള സൈനിക പ്രതികരണം ഉണ്ടാക്കാതെ ഒരു ചർച്ചാ ടേബിളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പരിഹാരവും അതിനുണ്ടാവില്ല. മാത്രമല്ല, കാശ്മീർ സംഘർഷം നമ്മൾ എടുക്കുമ്പോൾ അതിൽ വൻശക്തി താല്പര്യങ്ങൾ അതിൽ ഉണ്ട്. ഒന്ന്. രണ്ടാമത്, തെക്കൻ ഏഷ്യയിലെ നിരവധി ശാക്തിക ബലാബലത്തിൻ്റെ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ടുള്ള ഉഭയകക്ഷി പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം കാശ്മീർ ജനതയും ഭാരതവും അവിടെയുള്ള ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ട്. ഈ എല്ലാ പ്രശ്നങ്ങളെയും സമഗ്രമായി കണ്ടതുകൊണ്ട് മാത്രമേ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. കാശ്മീരിൽ നമ്മൾ പരിപൂർണമായ ശാന്തി കൊണ്ടുവന്നാൽ പോലും അവിടെ സംഘർഷം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ എക്സ്റ്റേണൽ ഫോഴ്സസിന്, എക്സ്റ്റേണൽ ആക്ടേഴ്സിന് അവിടെ ഇടപെടാൻ സാധിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു തലത്തിൽ മാത്രം ഒരു ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ മേഖലയിൽ സൗത്ത് ഏഷ്യൻ മേഖലയിലെ ശാക്തിക ബലാബലത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി മാത്രമേ നമുക്ക് കാശ്മീർ പ്രശ്നത്തെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ചൈന, അതുപോലെ റഷ്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യയൊക്കെ അടങ്ങുന്ന ഈ മേഖലയിലെ രാജ്യങ്ങൾക്കിടയിലുള്ള ആഭ്യന്തര സംഘർഷങ്ങളും സാമ്പത്തികമായ വിഷയങ്ങളും ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ അടക്കമുള്ള സാമ്പത്തിക പ്രക്രിയകളും ഒക്കെ കാശ്മീർ വിഷയവുമായിട്ട് ലിങ്ക്ഡ് ആണ്.
അതുകൊണ്ട് ഇതിനെ മാറ്റി നിർത്തിയിട്ട് ഏകപക്ഷീയമായി വിഷയത്തെ സമീപിക്കാൻ സാധിക്കില്ല. മാത്രമല്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് 1947 റിലീജിയസ് നാഷണാലിസമാണ് മുന്നോട്ട് വെച്ചതെങ്കിൽ ഇന്ത്യ സെക്യുലർ ഇൻക്ലൂസീവ് നാഷണാലിസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളൊരു രാജ്യത്തെ ഉണ്ടാക്കിയത്. 1971 പാകിസ്ഥാൻ രണ്ടായി മാറി കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശായി മാറിയതോടുകൂടി പരിപൂർണമായി മതദേശീയതയ്ക്ക് പ്രസക്തിയില്ലാണ്ടായല്ലോ. മതദേശീയതയ്ക്ക് ആ രാജ്യത്തെ ഒന്നിപ്പിക്കാൻ സാധിക്കില്ലെന്ന് തെളിഞ്ഞു. അതിനുശേഷം സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ്റെ ദേശീയത, അവിടെ ആളുകളെ കൂട്ടിയോജിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഋണാത്മക ദേശീയതയാണ്. ഒരു ആൻറ്റി ഇന്ത്യൻ ഫീലിംഗ് ഉണ്ടാക്കുന്നത്. അതിൽ മതപരതയേക്കാൾ ഒരുപക്ഷെ അവർ മറ്റ് പല ഘടകങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു നിലപാട് എന്ന ഋണാത്മക ദേശീയതയെ അടിസ്ഥാനമാക്കിയിട്ടാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. അതുകൊണ്ട് പാകിസ്ഥാനകത്തുണ്ടാകുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഈ കാശ്മീർ സംഘർഷങ്ങളിൽ. അതുകൊണ്ട് ഒരു രാഷ്ട്രം എന്ന നിലയിൽ അതിന് പലപ്പോഴും അതിജീവിക്കണമെങ്കിൽ അതികഠിനമായ ഇന്ത്യ വിരുദ്ധത നിരന്തരം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു പക്ഷേ നയതന്ത്രം ഈ പറയുന്ന രൂപത്തിൽ ഫലപ്രദമായി എന്ന് വരില്ല. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പാകിസ്ഥാൻ ഇത് അവസാനിപ്പിക്കാൻ പോകുന്നില്ല. അവർക്ക് ഇപ്പോൾ ഏറ്റവും അവസാനമായി കിട്ടുന്ന വിവരങ്ങൾ ഇന്ത്യ ലൈൻ ഓഫ് കൺട്രോൾ കടന്ന് ടെററിസ്റ്റ് ക്യാമ്പുകൾ ആക്രമിക്കും എന്നുള്ള ഘട്ടത്തിൽ സൈനിക ക്യാമ്പുകളിലേക്ക് തന്നെ ടെററിസ്റ്റുകളുടെ ക്യാമ്പുകൾ മാറുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാനിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം ഒരു സൈന്യം തന്നെ ഭീകര സംഘമായി മാറുന്ന രൂപത്തിലുള്ള എവല്യൂഷൻ ഉണ്ടാവുന്നു. ഒരു ന്യൂക്ലിയർ ടെററിസ്റ്റ്, ആണവായുധങ്ങൾ വഹിക്കുന്ന ഒരു ചാവേറ് പാകിസ്ഥാനിൽ നിന്ന് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത് നയതന്ത്രത്തിലൂടെയൊന്നും പരിഹരിക്കാൻ പറ്റില്ല. സുരക്ഷ, പഴുതടച്ച സുരക്ഷ നമ്മൾ ഉറപ്പുവരുത്തിയേ മതിയാവും. പത്താൻകോട്ടിലും മുറിയിലും നമ്മൾ ഒരു ആത്മപരിശോധനയ്ക്ക് നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ഭീകരർ ഇങ്ങോട്ട് വരുന്നു എന്നുള്ളത് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഇപ്പോഴത്തെ സ്ഥിതിയിൽ താങ്കൾ നോക്കുന്നതനുസരിച്ച് ഇപ്പോഴത്തെ സ്ഥിതിയിൽ കാര്യങ്ങളൊക്കെ ഭദ്രമാണോ? വെല്ലുവിളി നേരിടേണ്ട ഒരു സാഹചര്യമുണ്ടോ? കാരണം സാർക്കിൽ നിന്നുള്ള രാജ്യങ്ങളുടെ കുഴിഞ്ഞുപോക്ക്, അപ്പോൾ UN വിഷയം ഇന്ത്യ ഉയർത്തി ഈ സാഹചര്യങ്ങളൊക്കെ പാകിസ്ഥാനെ ഒരു മരവിപ്പിച്ച അവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? അതോ മറുതന്ത്രം വലിയൊരു വെല്ലുവിളിയായി സാഹചര്യങ്ങൾ മാറുന്ന ഒരു ഘട്ടം, അതിലേക്ക് ഇന്ത്യക്ക് സൈനിക നീക്കങ്ങളെയൊക്കെ കൊണ്ടുപോകേണ്ടി വരുന്ന നാളെ ഒക്കെ മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമോ? ഇന്റലിജൻസ് സംവിധാനമൊക്കെ എത്രത്തോളം ഭദ്രമാണ്, ഫലപ്രദമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? കാരണം പത്താൻകോട്ടിൻ്റെ പാഠം നമ്മൾ ഉൾക്കൊണ്ടില്ല, അതിനുശേഷം ഉറി, അതിനുശേഷം നടത്തിയ ഈ ഓപ്പറേഷൻ ജാഗ്രത, അവിടെ ഏകോപിപ്പിച്ച ആ ഇന്റലിജൻസ് സംവിധാനം ഇപ്പോഴും നിലനിർത്താൻ കഴിയുന്നുണ്ടോ? ഒരുപക്ഷെ അങ്ങനെ ഒന്ന് വിലയിരുത്തിയാൽ ശ്രീ വിൻസെന്റ്. ശ്രീ വിൻസെന്റ്, താങ്കളിലേക്ക് എത്തും മുമ്പ് ശ്രീ ഡോക്ടർ ബെന്നി, ഇവിടെ ഞാൻ ചോദിച്ചതുപോലെ സാർക്കിൽ നിന്നുള്ള ഒരു പിന്മാറ്റം, രാജ്യങ്ങളുടെയൊക്കെ പിന്മാറ്റം, മറ്റൊന്ന് UN ഇന്ത്യ നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകൾ, ഇതൊക്കെ പാകിസ്ഥാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടോ? അതുകൊണ്ടാണോ നേരത്തെ സൂചിപ്പിച്ചത് രാജ്യം അവരുടെ ഭരണമില്ല, ഭരണം മറ്റൊരു തലത്തിൽ, സൈനികർ മറ്റൊരു തലത്തിൽ, ഭീകരർ, 3 കേന്ദ്രങ്ങളാണ്. ഈ രീതിയിൽ വലിയ വെല്ലുവിളി ഇന്ത്യക്ക് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു മൗനം പാകിസ്ഥാൻ നിലനിർത്തുന്ന, അങ്ങനെ വ്യാഖ്യാനിച്ചാൽ പാകിസ്ഥാൻ നടത്തുന്നതായ ഭീകര പ്രവർത്തനങ്ങൾ അത് സ്റ്റേറ്റ് സ്പോൺസേഡാണ്. അതായത് പാകിസ്ഥാൻ രാഷ്ട്രം തന്നെയാണ് ഇതിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റുന്ന മൂന്ന് തലങ്ങളിൽ നിന്നുകൊണ്ടാണ്. ഒന്ന് പാകിസ്ഥാൻ ആർമി, മറ്റൊന്ന് ഗവൺമെൻറ്, മൂന്നാമത്തേത് റിലീജിയൻ. ഈ 3 തലങ്ങളിൽ നിന്നുകൊണ്ട് ഒരു ട്രയാങ്കിളിലായിട്ടാണ് ഇത് 3 കൂട്ടർ പ്രവർത്തിക്കുന്നത്. ഈ 3 കൂട്ടരുടെ പ്രവർത്തനത്തിൽ ചില സന്ദർഭങ്ങളിൽ ഇവർ 2 കൂട്ടർ ഒന്നിക്കും, ചില സന്ദർഭങ്ങളിൽ 2 കൂട്ടർ പിന്മാറും. അപ്പോൾ സൗകര്യത്തിനനുസരിച്ചാണ് ഇവർ ചേരുന്നത്. ഭീകര വിഭാഗത്തെ സ്പോൺസർ ചെയ്യാൻ ചില സന്ദർഭങ്ങളിൽ ആർമി മുമ്പോട്ട് വരും. അധികാരത്തിലിരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് ആർമിയുടെ സഹായം വേണമെങ്കിൽ ആർമി അപ്പോൾ അവരുമായിട്ട് ചേരും. ഭീകര സംഘടനയുടെ സഹായമാണ് അവർക്ക് വേണ്ടതെങ്കിൽ അവർ ആ സമയത്ത് തിരിച്ചു ചേരും. നമ്മൾ കാർഗിൽ വാറിൽ കണ്ട ഇതാണ്. ഭീകര വിഭാഗത്തെ പരിപൂർണമായും ഓപ്പറേഷനിൽ നിന്നും ഒഴിവാക്കി. പുറത്തറിയപ്പെടുന്ന തിരിച്ചാണ്. ഭീകരരാണ്, പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട് ഭീകരരാണ് കാർഗിൽ ഹൈറ്റിൽ കടന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഓപ്പറേഷനിൽ പരിപൂർണമായിട്ടും
മുഷറഫ് ഭീകരരെ ഒഴിവാക്കിയിരുന്നു. കാരണം ഇസ്ലാമിക് നേച്ചറിലുള്ളതായ ഒരു വാറാണ് എന്ന് പ്രൊജക്റ്റ് ചെയ്യാനായിട്ടും ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ നിന്നും പ്രത്യേകിച്ചും അമേരിക്കയിൽ നിന്നുള്ളതായ എതിർപ്പുണ്ടാകും എന്ന ചിന്തയാൽ പരിപൂർണമായിട്ടും പ്രത്യേകിച്ചും ISI അടക്കമുള്ളതായ വിഭാഗത്തെ, അപ്പം ISIയെയും ഭീകര സംഘടനകളെയും ഒഴിവാക്കി നിർത്തിക്കൊണ്ട് പാകിസ്ഥാൻ ആർമി തന്നെയായിരുന്നു കാർഗിൽ പ്രവേശിച്ചത്. അവർ തന്നെയാണ് യുദ്ധം ചെയ്തത്. അപ്പോൾ ഇതേ രീതിയിലാണ് എപ്പോഴാണ് ഈ മൂന്ന് വിഭാഗങ്ങൾ അവരവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി യോജിക്കുന്നതെന്നും എപ്പോഴാണ് അവർ പിരിഞ്ഞു പോകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് ഒരു പക്ഷേ അരക്ഷിതാവസ്ഥ ശിഥിലീകരിക്കുന്ന അല്ലെങ്കിൽ സംവിധാനം. അതെ, അത്തരത്തിലുള്ള സാഹചര്യമാണ് സംവിധാനത്തിന്റെ പോരായ്മ. ശ്രീ ജോർജ് കുര്യൻ, എന്തായാലും ഇനി ഒരു ശാശ്വത കശ്മീരിന്റെ കാര്യത്തിൽ സൈന്യത്തിന്റെ പ്രത്യേക അധികാരം ദുരുപയോഗം ചെയ്യപ്പെടുന്നു തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ കശ്മീർ ജനത ഉയർത്തുന്നുണ്ട്. ഈ കാതലായ വിഷയങ്ങൾ, ഒപ്പം ചൈന ഇന്ത്യ ബന്ധം, ഇതൊക്കെ പല വിഷയങ്ങളുണ്ട്. നേരത്തെ ശ്രീ ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടിയ കാതലായ വിഷയങ്ങൾ, അതിൽ വീണ്ടും ഇനി എന്ത് നിലപാടാണ് അതിലേക്ക് പോകുന്നത്? അതോ യുദ്ധം കൊണ്ട് മാത്രം മറുപടി എന്ന സാഹചര്യങ്ങൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ? കാരണം വാജ്പേയിയുടെ കാലത്ത് കൂടി ഓർമ്മിക്കണം, അതും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലല്ല, യുദ്ധം എന്ന് ഭാരതം പറഞ്ഞിട്ടില്ലല്ലോ. യുദ്ധമെന്ന് ഭാരതം ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, 2002 ശേഷം ഈ ഹുറിയത്തുകാർക്ക്, അവിടുത്തെ വിഘടനവാദികൾക്ക് സ്വാധീനം കുറഞ്ഞു. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് PDP ആണ്. അതിനു മുമ്പ് അവിടെ നാഷണൽ കോൺഫറൻസുകാർ ബൂത്ത് പിടുത്തവും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഇലക്ഷനുമായിരുന്നു. 2002 കുറച്ചുകൂടി വളരെ ശക്തമായിട്ടുള്ള ഫോഴ്സിൻ്റെ ഇടപെടലുണ്ടാകുകയും സ്വതന്ത്രമായിട്ട് ഇലക്ഷൻ നടന്നപ്പോൾ PDP ശക്തി പ്രാപിച്ചു. അതുവരെയും ഇന്ത്യയിൽ പല ചാനലുകളിലും ഞാൻ കേട്ടിട്ടുണ്ട്, PDP എന്ന് പറയുന്നത് പാകിസ്ഥാൻ അനുകൂല സംഘടനയാണ് എന്ന് പലരും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ PDP എന്ന് പറയുന്നത് കാശ്മീർ വാലിയിലെ ജനങ്ങളുടെ യഥാർത്ഥ വികാരം ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. 2002 ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ PDPയും കോൺഗ്രസുമായിട്ടാണ് അവിടെ സർക്കാരുണ്ടായത്. അന്ന് മുതൽ ഈ വിഘടനവാദികൾക്കുള്ള സ്വാധീനം കുറയുന്നു. അതിനുശേഷം ഇപ്പോൾ BJPയും PDPയുമായിട്ടുള്ള സഖ്യം വരുന്നു. ഏതാണ്ട് ആ പ്രശ്നം പരിഹരിക്കുമെന്നുള്ള അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഈ കല്ലേറ് സംവിധാനവുമായിട്ട് വരുന്നത്. അത് വളരെ കുറച്ച് ആൾക്കാർ, ഒരു ന്യൂനപക്ഷമായിട്ടുള്ള ചെറുപ്പക്കാരാണ് അതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പരിഹാരത്തിലേക്ക് നീങ്ങുന്ന അവസരത്തിൽ അത് ജനാധിപത്യത്തിൽ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം അതുകൊണ്ടാണ് ഈ 2002 ശേഷം വിഘടനവാദികൾക്ക് അവിടെ സ്വാധീനം കുറഞ്ഞു വരാൻ കാരണം. മറ്റൊന്ന്, ഇന്ത്യ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു രീതിയിലുള്ള നയതന്ത്രം അങ്ങോട്ട് എടുത്തിയാടിയില്ല. ഒരു ശ്രമവും അദ്ദേഹം നടത്തിയില്ല. അടൽ ബിഹാരി വാജ്പേയിയുടെ പോലെയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പോലെയോ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടായില്ല. എന്നിട്ട് എന്തായിരുന്നു ഫലം? ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ 3 മാസം കൂടുമ്പോൾ കൃത്യമായിട്ട് സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അപ്പോൾ അത് പാകിസ്ഥാൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം കഴിഞ്ഞ 2.5 വർഷ കാലഘട്ടമായിട്ട് ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ അങ്ങനെയുള്ള സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ അതിർത്തിയിൽ എല്ലാ സൈനിക കേന്ദ്രങ്ങളിലേക്കായിരുന്നു അതുപോലെ തന്നെ ജോർജ് കുര്യൻ. ഒരു കാര്യം അത് പറയുമ്പോൾ നേരത്തെ വിനോദ് ചൂണ്ടിക്കാട്ടിയതുപോലെ പിഴവ്, അതായത് ഇന്റലിജൻസ് സംവിധാനത്തിലെ പിഴവ് വീണ്ടും സമ്മതിക്കേണ്ട സാഹചര്യമാണ്. കാരണം കശ്മീർ അടക്കം പരിശോധിച്ചാൽ കൂടി അവിടെ പോലും ഇന്റലിജൻസ് സംവിധാനം ഏകോപിപ്പിച്ചുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര സങ്കീർണമായ കാര്യങ്ങളിലേക്ക് വിഷയം പോകില്ല. കഴിഞ്ഞ 2 വർഷത്തെ മാത്രം താങ്കൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അവിടെയൊക്കെ ഇന്റലിജൻസ് സംവിധാനം കനത്ത പാളിച്ചയായിരുന്നു. അതിന് മറുപടി ഈ ഘട്ടത്തിലെങ്കിലും അത് പുനഃപരിശോധിക്കേണ്ട, അതിനെയൊക്കെ അത്തരം പാളിച്ചകളെ ഓർക്കേണ്ട ഘട്ടമല്ലേ ശ്രീ ജോർജ് കുര്യൻ? അല്ലല്ല, ഈ സൈനിക കേന്ദ്രങ്ങൾ ആദ്യമായിട്ടല്ല ആക്രമിക്കുന്നത്. 2013 സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ശ്രീനഗർ സന്ദർശിക്കുന്ന അവസരത്തിൽ കൂടെ സോണിയാഗാന്ധിയും ഉണ്ടായിരുന്നു. അതിർത്തിയിലല്ല,
ശ്രീനഗറിലെ പട്ടാള ക്യാമ്പ് ഭീകരന്മാർ ആക്രമിച്ചിട്ട് 11 പേര് മരിച്ചു. Yes. അന്ന് ശ്രീ പക്ഷേ ജോർജ് അത് വലിയ കുര്യൻ, ഒരു ചർച്ചയായില്ല. ആക്രമണം അല്ലെങ്കിൽ അത് ഉപമയല്ലല്ലോ കാര്യം, ഉപമിക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെ വാർത്തയായിരുന്നു. ഇന്റലിജൻസ് പാളിച്ചുണ്ടെങ്കിൽ അതിനെ മറ്റു കാലത്ത് അങ്ങനെയാണ് എന്ന് ഉപമിച്ചിട്ട് കാര്യമല്ലോ. നിങ്ങൾ ജാഗ്രത പുലർത്തിയില്ല എന്ന് വീണ്ടും നിങ്ങൾ ആവർത്തിക്കുകയാണ്. അതല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് പിഴവുണ്ടായിട്ടുണ്ട്. കാരണം ചാവേർ ആക്രമണങ്ങൾ പൂർണ്ണമായിട്ട് തടയാൻ ലോകത്ത് ഒരു രാജ്യങ്ങൾക്കും സാധിച്ചിട്ടില്ല. കാരണം അവർ മരിക്കാൻ വേണ്ടി തയ്യാറായിട്ട് വരുന്നവരാണ്. ലോകത്ത് ഏതെങ്കിലും രാജ്യം, ഇന്ന് ഇപ്പോൾ ചൈനയിൽ അവിടെ സിയാങ് എന്ന് പറയുന്ന ആ പ്രവിശ്യയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 16 സ്ഫോടനങ്ങൾ, 230 പേരാണ് മരിച്ചത്. ചൈന പോലെ മറയുള്ള ഇന്റലിജൻസ് സംവിധാനമുള്ള ഒരു രാജ്യത്ത് ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെ ഉറ്റുനോക്കുന്നു? പാളിച്ചകളൊക്കെ ഇപ്പോഴും നമുക്ക് പൂർണ്ണ അർത്ഥത്തിൽ ഇന്റലിജൻസിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? അതോ ജോർജ് കുര്യൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്, മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഒരു കാരണവശാലും അങ്ങനെ പൂർണ്ണ അർത്ഥത്തിലേക്ക് കാര്യങ്ങളെ യോജിപ്പിക്കാൻ കഴിയില്ല? എന്താണ് ആ വസ്തുതകൾ, പാളിച്ചകൾ ഉൾക്കൊള്ളേണ്ട അവസ്ഥയല്ലേ ഉള്ളത്? അതിനെ ഗവൺമെൻറ് ഗൗരവപൂർവ്വം കാണണം. കാരണം പത്താൻകോട്ടിന് ശേഷം ഉറി ഉണ്ടാകുന്നു. അതിർത്തിയുടെ അപ്പുറത്ത് നിന്ന് ഇന്ത്യയിലേക്ക് ഈ ഭീകരവാദത്തെ കയറ്റി അയക്കാൻ വേണ്ടി കുറച്ച് പേർ കാത്തിരിക്കുന്നു. ആ കുറച്ച് പേരിൽ പാക് സൈന്യ മേധാവികളുണ്ട്. അതിനകത്ത് വേറെയും പലരുണ്ടാകാം. പാകിസ്ഥാൻ ഗവൺമെൻറ്റിലെ ശക്തികളും അതിനകത്ത് ഉണ്ടാകാം. അവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഇതിന് ഭീകരവാദത്തിൻ്റെതായിട്ടുള്ളൊരു ഇരയായി ഇന്ത്യയെ കാണാൻ, അത് തന്നെ ഇന്ത്യയുടെ സൈനിക ആസ്ഥാനങ്ങളെ കാണാൻ നീക്കമുണ്ടാകുമ്പോൾ ഒരു സംശയവും വേണ്ട, നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനം തീർച്ചയായിട്ടും പല മടങ്ങ് ശക്തിപ്പെട്ട് തീരും. പല മടങ്ങ് ശക്തിപ്പെട്ടുകൊണ്ട് ഇനിയൊരു പത്താൻകോട്ട് ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കാൻ നമുക്കായില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഉറി ഉണ്ടായത്. നമ്മൾ ഉറപ്പാക്കണം, നമുക്കൊരു പത്താൻകോട്ടും ഒരു ഉറിയും ഇനി ഉണ്ടാകാൻ പാടില്ല. ഉറപ്പാക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്, അവരുടെ ചുമതലയല്ല. പിന്നെ ഇതിനകത്തെല്ലാം കാശ്മീരിൻ്റെ വിഷയമുണ്ട്. കാശ്മീർ ജനതയോട് നമ്മുടെ സന്ദേശം വളരെ വ്യക്തമാണ്. കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യമായ ഭാഗം തന്നെയാണ്. പക്ഷേ ആ ബോധ്യം കാശ്മീരിലെ ജനങ്ങളുടെ പൊതുബോധമാക്കി മാറ്റാൻ നമുക്ക് ഒരുപാട് ദൂരം മുമ്പോട്ട് പോകാൻ ബാക്കിയുണ്ടെന്ന് തർക്കം എന്തിനാണ്? PDPയെ പറ്റി ഇവിടെ പറഞ്ഞു, ജോർജ് കുര്യൻ പറഞ്ഞല്ലോ. PDP BJPയുടെ പൊളിറ്റിക്കൽ അലൈ അവിടെ പറയുകയാണ്, അവിടുത്തെ സൈന്യത്തിൻ്റെ സമീപനം തെറ്റുണ്ടെന്ന് പറയുകയാണ്. ജനങ്ങളെ കണ്ണും മൂക്കും ഇല്ലാതെ വെടിവെച്ച് വീഴ്ത്തുന്ന, കണ്ണ് പൊട്ടിക്കുന്ന പെല്ലറ്റ് ആക്രമണങ്ങൾ, ഈ തോക്കിൻ്റെ ഭാഷ, അതിലൂടെ കാശ്മീർ പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് PDPയും പറയുന്നുണ്ട്. അത് BJPക്ക് ബോധ്യമാകണം. എന്ന് മാത്രമല്ല, കാശ്മീർ ജനതയുടെ മനസ്സിലുള്ള ഒരുപാട് ആശങ്കകളുണ്ട്. അതിൽ പണം പമ്പ് ചെയ്തിട്ട് ആ പണം ആരെങ്കിലും എല്ലാം കമ്മിക്കൊണ്ട് പോയാൽ പ്രശ്നം തീരുന്നില്ല. കാശ്മീരിൻ്റെ വികസനം, കാശ്മീരിലെ ഗ്രാമങ്ങളുടെ വികസനം, അവിടുത്തെ വെള്ളത്തിൻ്റെ കാര്യം, കൃഷിയുടെ കാര്യം, വീടിൻ്റെ കാര്യം, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം തുടങ്ങിയ ഒരുപാട് മൗലിക പ്രശ്നങ്ങളുണ്ട്. ആ മൗലിക പ്രശ്നങ്ങളാണ് കാശ്മീരിനകത്തും പുറത്തുമുള്ള ഭീകരവാദികൾക്ക് കാശ്മീർ ജനതയെ ഇന്ത്യക്കെതിരായിട്ട് തിരിച്ചുവിടാൻ വേണ്ടി കളവുരക്കുന്നത്. ഇന്ത്യാവിരുദ്ധ വികാരത്തിൻ്റെ ഒരു മണ്ണാക്കി അവരെ മാറ്റുന്നതിന് പിറകിലുള്ള ഈ സാമൂഹികമായ സാമ്പത്തികമായിട്ടുള്ള അസമത്വങ്ങളും പ്രശ്നങ്ങളും കാണാതിരിക്കാൻ പറ്റില്ല. അതിൻ്റെ പരിഹാരം തീർച്ചയായിട്ടും ബുള്ളറ്റുകളല്ല, തോക്കല്ല, സംഘർഷങ്ങളല്ല. അതിന് നല്ല രാഷ്ട്രീയ നീക്കങ്ങൾ വേണം. ആ രാഷ്ട്രീയ നീക്കത്തിന് വേണ്ടിയാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾ ശ്രമിച്ചത്. അതെന്തോ ഒരു പാപമായി പോയെന്നെല്ലാം പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞത് പാപമല്ല. അതാണ് കാശ്മീരിൻ്റെ വിഷയത്തിലുള്ള പരിഹാരം. ആ വിഷയത്തിന് വേണ്ടിയുള്ള ശ്രമത്തിൽ ഗവൺമെൻറ്റിനെ കൂടി സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഗവൺമെൻറ്റിന് ആ ഡയലോഗിൻ്റെ മാർഗത്തെപ്പറ്റി പറയുമ്പോൾ തന്നെ ചിലരെ കാണില്ല, ചിലരെ മിണ്ടില്ല എന്നല്ല പറയേണ്ടത്. ഇതിനെ സംസാരിക്കാൻ വിസമ്മതിക്കുന്ന ഹുറിയത്തുകാരെ അടക്കം ഞങ്ങൾ കാണാൻ പോയവരാണ്. CPIയും എല്ലാം അവർ തയ്യാറായില്ല. അത് വേറൊരു കാര്യം. പക്ഷേ ഒരു മെസ്സേജാണത്. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അവരെ അടക്കം കാണാൻ, സംഭാഷണം നടത്താൻ ഉള്ള ഒരു തയ്യാറെടുപ്പുള്ള കാര്യം, ഒരു സന്ദേശമാണ്. അത് നല്ലവണ്ണം പ്രചരിപ്പിക്കപ്പെടണം. കാശ്മീർ ജനതയോട് പറയണം, ഞങ്ങൾ ഒരു വാതിലും അടയ്ക്കുന്നില്ല, ഞങ്ങളെല്ലാ ഡോഴ്സും ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് സംഭാഷണങ്ങളിലൂടെ പ്രശ്നങ്ങൾ കാണാൻ തയ്യാറാണ്. ഞങ്ങളുടെ ഏക പോംവഴിയായിട്ട് സൈന്യത്തെ അല്ല ഇന്ത്യയുടെ മനസ്സിലെ മാർഗമെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അതിന് പകരം സ്വന്തം ജനതയ്ക്കെതിരായിട്ട് സൈനിക നീക്കത്തിൻ്റെ രീതി അനന്തമായിട്ട് പോകുന്നത് കാശ്മീർ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ സഹായിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ഇറ്റ്സ് എ മാറ്റർ ഓഫ് കോമൺ സെൻസ്. ആർക്കും സഹായം ചോദിക്കാം. പട്ടാളത്തെ കൊണ്ട് ഞങ്ങൾ എല്ലാ വിഷയങ്ങളും തീർക്കാം. സ്വന്തം ജനതയോട് ഞങ്ങളതാ തോക്ക് ചൂണ്ടി സംസാരിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് ഒരു ശാശ്വതമായിട്ടുള്ള രാഷ്ട്രീയ പരിഹാരത്തിൻ്റെ പോംവഴിയാണെന്ന് ആരെങ്കിലും പറയുമെങ്കിൽ ഞാൻ വിനയപുരസ്സരം പറയും, ഐ ബെഗ് ടു ഡിഫർ. ശ്രീ ജോർജ് കുര്യൻ, മറുപടി താങ്കൾക്ക് ഇടപെടാം.
അതെ, അതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ളത്, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായൊരു സംഭവം ഞാൻ പറയാം. 3 ചെറുപ്പക്കാർ, അവർ ടീനേജേഴ്സായിരുന്നു. അവർ കാറിൽ പോകുന്ന അവസരത്തിൽ അട്ടഹസിച്ച അവസരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന രീതിയിൽ പട്ടാളം അങ്ങനെയായിരുന്നു, ഇത് പട്ടാളത്തിനുമുണ്ടല്ലോ ഇവരിങ്ങനെ ആക്രമിക്കാൻ വരുന്നു എന്നുള്ളത്. പട്ടാളം വെടിവെച്ചിട്ട് 3 ചെറുപ്പക്കാരെ കൊന്നു. അന്ന് പ്രധാനമന്ത്രി നേരിട്ട് വാണിംഗ് കൊടുത്തു. കാരണം ആ ചെറുപ്പക്കാർ അവരുടെ ബർത്ത്ഡേ ആഘോഷിച്ച് പോവുകയായിരുന്നു. പട്ടാളം തെറ്റിദ്ധരിച്ചിട്ട് വെടിവെക്കുകയാണ് ഉണ്ടായത്. അന്ന് പ്രധാനമന്ത്രി നേരിട്ട് വാണിംഗ് കൊടുത്തു, ഇത് പാടില്ല, ഇത് മനുഷ്യത്വ വിരുദ്ധമാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ അവസാനിച്ചു. മാത്രമല്ല, ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു, പെല്ലറ്റ് അത് നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു, അതിന് ഒരു ബദലുണ്ടാവേണ്ടിയിരിക്കുന്നു എന്ന് ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കാശ്മീരിൽ പോയിട്ട് പറഞ്ഞു. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ്. പക്ഷേ പൂർണ്ണമായിട്ടും ഈ ഭീകരവാദികളുടെ കയ്യിലേക്ക് രാജ്യത്തെ വിട്ടുകൊടുത്തിട്ട് നമുക്ക് പിന്മാറാൻ സാധിക്കില്ല. നമ്മുടെ സേനയുടെ ആത്മവിശ്വാസം തീർച്ചയായിട്ടും ശത്രുരാജ്യം കടന്നു കയറാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന അവസരത്തിൽ അവിടുത്തെ ഭൂരിപക്ഷം ജനത ഇന്ത്യയുടെ കൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2002 ശേഷം 60%, 65% അവിടുത്തെ പോളിംഗ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ മുമ്പേ പറഞ്ഞത്, ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞു പാളിച്ചയുണ്ടായിട്ടുണ്ടെന്ന്. പട്ടാങ്കോടും അതുപോലെ തന്നെ ഉറിയിലും പാളിച്ചയുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പാളിച്ചകൾ മെയിൻലാൻഡിൽ നമുക്ക് പരിഹരിക്കാൻ സാധിച്ചു. ഇനി അതിർത്തിയിൽ നമുക്ക് പരിഹരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും കാശ്മീരിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ കാശ്മീർ വിഷയം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റേ ഹുറിയത്തുകാരുടെ കാര്യം ശ്രീ വിനോയ് വിശ്വം പറഞ്ഞതാനൊന്ന് വിശദീകരിക്കട്ടെ. നമ്മൾ ഹുറിയത്തുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. എവിടെ വെച്ചാണ് പ്രശ്നമുണ്ടായത്? ഇന്ത്യയുടെ സർക്കാർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ ഹുറിയത്തുകാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അടൽ ബിഹാരി വാജ്പേയിയും മൻമോഹൻ സിംഗും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അവസാനം മൻമോഹൻ സിംഗിൻ്റെ അവസാന കാലഘട്ടമായപ്പോൾ ഈ ഹുറിയത്തുകാരുടെ ഒരടവ്, ഞങ്ങൾ ആദ്യം പാകിസ്ഥാനുമായിട്ട് സംസാരിക്കും, അത് കഴിഞ്ഞാൽ ഇന്ത്യയായിട്ട് സംസാരിക്കുകയുള്ളൂ. പാകിസ്ഥാൻ്റെ പ്രതിനിധി വരുന്ന അവസരത്തിൽ ആദ്യം പാകിസ്ഥാനുമായിട്ട് പോയി സംസാരിക്കും, അവരുടെ അനുവാദം കിട്ടിയതിന് ശേഷം ഞങ്ങൾ ഇന്ത്യയുമായിട്ട് സംസാരിക്കും. ഏതെങ്കിലും രാജ്യം അംഗീകരിക്കൂ? ലോകത്ത് ആത്മാഭിമാനമുള്ള ഒരു രാജ്യം അംഗീകരിക്കില്ല. അത് കോൺഗ്രസ്സുകാരായാലും BJP-ക്കാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും. ഒരു കാര്യം കൂടി, ശ്രീ വിൻസെന്റ്, ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂർ അസദിനെ ഭീകരനായി പ്രഖ്യാപിക്കാൻ ഇന്ത്യ UN-ൽ നിലപാട് സ്വീകരിക്കുന്നു. അവിടെ ചൈന തടസ്സവാദവുമായി വരുന്നു. വീറ്റോ പവർ അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഇങ്ങനെ രാജ്യാന്തര തലത്തിൽ ചൈനയുടെ നിലപാട്, ഈ വിഷയത്തിൽ ചൈന എടുക്കുന്ന നിലപാടായാലും ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ വെല്ലുവിളികൾ ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ആ രീതിയിലുള്ള ഇടപെടൽ നോക്കുന്നു. മറ്റൊന്ന്, നേരത്തെ നമ്മളെല്ലാവരും കാതലായി ഇപ്പോഴും ഉന്നയിക്കുന്ന കശ്മീർ വിഷയത്തിൽ പലരും സൂചിപ്പിച്ച പല കാരണങ്ങൾ, ഒന്നുമേ നമ്മൾ അതിൽ ജാഗരൂകമായ ഒരു ഇടപെടൽ ഇതുവരെയും നടത്തിയിട്ടുണ്ടോ താങ്കളുടെ നിരീക്ഷണത്തിൽ? ഈ കാശ്മീർ പ്രശ്നത്തെ നമ്മൾ കാശ്മീർ വാലിയിലെ പ്രശ്നമാക്കി മാത്രം ചുരുക്കി കാണുന്നതിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ട്. അവിടെ ലൈൻ ഓഫ് കൺട്രോളിന് അപ്പുറത്തുള്ള പാക് ഒക്കുപ്പൈഡ് കാശ്മീരും അതിനപ്പുറത്ത് കിടക്കുന്ന ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയും ഉൾപ്പെടെ തന്ത്രപരമായ ഒരു പ്രദേശമാണ് അവിടെ ചൈനയ്ക്ക് വലിയ താല്പര്യമുണ്ട്. 1980-കളിൽ തന്നെ ആരംഭിച്ചുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളിൽ ഒന്നാണ് ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ. അത് ചൈനയിൽ നിന്ന് ഈ നേരത്തെ സൂചിപ്പിച്ച ഉയ്ഗൂർ സിൻജിയാങ് ഓട്ടോണമസ് പ്രോവിൻസിൽ നിന്ന് ആരംഭിച്ച് ബാൾട്ടിസ്ഥാൻ മേഖലയിലെ കാരക്കോരം ചുരം കടന്ന് ബലൂചിസ്ഥാനിലെത്തി ഗൊദാർ പോർട്ടിൽ അവസാനിപ്പിക്കുന്ന ഒരു വലിയ പ്രൊജക്റ്റാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചൈനയ്ക്കിടെ വലിയ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. മാത്രമല്ല, ഈ ബാൾട്ടിസ്ഥാൻ മേഖലയിലെ ഷക്സാം താഴ്വര പൂർണ്ണമായിട്ട് പാകിസ്ഥാൻ ചൈനയ്ക്ക് കൈമാറിയിട്ടുണ്ട്. ആ മേഖലയിലാണ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളും അതുപോലെ ഹൈവേയുടെ നിർമ്മാണവും ഒക്കെ പുരോഗമിച്ചു വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ മേഖലയിൽ ഇന്ത്യ ക്ലെയിം ചെയ്യുന്ന നമ്മുടെ എൻറ്റയർ കാശ്മീർ എടുക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയിൽ ചൈനയുടെ താല്പര്യങ്ങൾ വളരെ പ്രസക്തമാണ്. അതുകൊണ്ടാണ് ചൈനയും പാകിസ്ഥാനും തമ്മിൽ വളരെ അടുത്ത നയതന്ത്ര സൈനിക സഹകരണം ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. പിന്നെ ബലൂചിസ്ഥാനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രൊജക്റ്റുകളിൽ ഒന്നാണ് ഗൊദാർ പോർട്ടിൻ്റെ
പാകിസ്ഥാനിൻ്റെ വികസനം. മാത്രമല്ല അതീവ സമ്പന്നമായ ഒരു പ്രദേശമാണ് ബലൂചിസ്ഥാൻ. അവിടുത്തെ ജനങ്ങൾ പരമദരിദ്രരാണെങ്കിലും പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ് ആ പ്രദേശം. അവിടുത്തെ പ്രകൃതിവാതകത്തിൻ്റെയും അതുപോലെ മറ്റ് ധാതുക്കളുടെയും ഖനന മേഖലയിലെല്ലാം പ്രവർത്തിക്കുന്നത് 4%, പോപ്പുലേഷൻ 4% അവിടെ പഞ്ചാബികളാണ്. ഈ പഞ്ചാബി എലൈറ്റും ചൈനീസ് കമ്പനികളുമാണ്. അതുകൊണ്ട് ബലൂജി തീവ്രവാദികൾ നിരന്തരമായി ചൈനീസ് ലക്ഷ്യങ്ങളെ ആക്രമിക്കുന്നതിൻ്റെ പിന്നിലുള്ളൊരു കാര്യമാണ് തങ്ങളുടെ നാട്ടിലെ തങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്ത് ചൈനക്കാരും പാകിസ്ഥാനികൾ എന്ന് പറഞ്ഞാൽ പഞ്ചാബികളും കൂടി ഇവിടുന്ന് കടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ള ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഈ കാശ്മീർ വിഷയം നമ്മൾ എടുക്കുമ്പോൾ ഈ താല്പര്യങ്ങളെല്ലാം അതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കിതിനെ കാണാൻ സാധിക്കില്ല. അതേസമയം ഒരു ചെറിയ മാറ്റമുള്ളത് സാംസ്കാരികമായി ഈ ബാൾട്ടിസ്ഥാൻ ലിറ്റിൽ ടിബറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ലഡാക്ക് ആണെങ്കിൽ ഗ്രേറ്റർ ടിബറ്റ്. ഈ ടിബറ്റിൻ്റെ ഒരു സാംസ്കാരിക സ്വാധീന മേഖലയാണ്. മാത്രമല്ല ഗിൽജിത്തിലും ബാൾട്ടിസ്ഥാനിലുമുള്ള മുസ്ലിമുകളിൽ ബഹുഭൂരിപക്ഷം ഇസ്മായിലി ഷിയായിറ്റുകളാണ്. ഇപ്പോൾ IS-ൻ്റെ എല്ലാ ഉദയത്തോടു കൂടിയും പാകിസ്ഥാനിലെ അതിശക്തമായി തീവ്രമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന സുന്നി ദേശീയതയുടെയും പശ്ചാത്തലത്തിൽ ഈ മേഖലയിലെ മുസ്ലിമുകളടക്കം അവരുടെ നിലനിൽപ്പ് വലിയ പ്രതിസന്ധിയില്ല. കാരണം ഈ സുന്നി തീവ്രവാദം, സുന്നി ഭീകരത വളർന്നു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഷിയ ലീനിയേജുള്ള തങ്ങൾ ആക്രമിക്കപ്പെടുമെന്നും പൂർണ്ണമായിട്ട് അന്യവൽക്കരിക്കപ്പെടുമെന്നുള്ള ഫീലിംഗ് ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സമാനമായ സ്ഥിതിവിശേഷം പാക് അധിനിവേശ കാശ്മീരിലുമുണ്ട്. അപ്പോൾ ഈ മേഖലയിലെ ആഭ്യന്തരമായിട്ടുള്ള ഈ വിഷയങ്ങൾ കൂടി ഇതിൽ അന്തർലീനമാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ വിഷയത്തിൽ ഇടപെടാൻ. ആ രീതിയിൽ തന്നെ ഉണ്ടാവണം. ശ്രീ ബിനോയ് വിശ്വം, ഇവിടെ ഒരു ശക്തമായൊരു മറുപടി നൽകാൻ എന്തായാലും പാകിസ്ഥാന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കാരണം സാർക്ക് രാജ്യങ്ങൾ എല്ലാം തന്നെ ഭൂരിഭാഗവും പിന്മാറുന്നു, ഒപ്പം നിർത്താൻ കഴിയുന്നു. നയതന്ത്ര തലത്തിലുള്ള നമ്മുടെ ഇടപെടൽ അത് വിജയതലത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അത്തരത്തിലൊക്കെ ഒരു മരവിപ്പിച്ച അവസ്ഥയിലേക്ക് പാകിസ്ഥാനെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെയാണോ സൈനിക നീക്കത്തിന് പകരം മറിച്ച് ഒരു തീവ്രവാദ ഇടപെടലിലേക്കൊക്കെ ഇന്നിപ്പോൾ ഒരു ഇന്റലിജൻസ് മുന്നറിയിപ്പൊക്കെ വരുന്നത് ആ സാഹചര്യം കൊണ്ടാണോ? സൈനിക നടപടി തൽക്കാലം വേണ്ടതില്ല, ഒരു മരവിച്ച അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇത് മരവിച്ച അവസ്ഥ ഇരുഭാഗത്തും ഉണ്ടാകാൻ പാടില്ല, മരവിപ്പ് ഉണ്ടാകാൻ പാടില്ല. രണ്ടു ഭാഗത്തും സജീവമായിട്ടുള്ള പ്രശ്ന പരിഹാര നീക്കം ഉണ്ടാകണം. ഒരു ടെൻഷൻ റിലീസിങ്ങിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടാകണം. അത് മരവിപ്പല്ല. ശ്രീ ജോർജ് കുര്യൻ്റെ വർത്തമാനം കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം ഉണ്ടായിപ്പോയി. സൈന്യത്തിൻ്റെ നീക്കത്തിനെതിരായിട്ട് നരേന്ദ്രമോദി മുന്നറിയിപ്പ് കൊടുത്തു. സൈന്യത്തിൻ്റെ പോക്ക് ശരിയല്ല എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു, ഹു ഈസ് ദ ഹോം മിനിസ്റ്റർ. അതുതന്നെ പറയുന്നു നമ്മുടെ പ്രതിരോധകാര്യമന്ത്രിയും ഡിഫൻസ് മിനിസ്റ്റർ. ഈ 3 പ്രധാനപ്പെട്ട ഭരണനായകന്മാരും പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് കാശ്മീരിലെ ജനതയ്ക്ക് മേലുള്ള ഈ യുദ്ധത്തിൻ്റെ ഭാഷ, സ്വന്തം ജനതയ്ക്കെതിരായിട്ട് സൈന്യത്തിൻ്റെ യുദ്ധത്തിൻ്റെ ഭാഷ എന്തുകൊണ്ട് പരിഹരിക്കാനാകുന്നില്ല? അതാണ് ശ്രീ അവസാന ഘട്ടത്തിൽ ശ്രീ ജോർജ് കുര്യൻ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് കാരണം ഇനി നമുക്ക് ഒരുപാട് സാധ്യമായ മേഖലകൾ, ഒരു സാധ്യമായ വിശാലമായ അർത്ഥത്തിലുള്ള ചർച്ചകൾക്ക് സാധ്യതയുണ്ട്. അത് ആത്യന്തിക വിഷയം രജിസ്റ്റർ ചെയ്യപ്പെടണം. UN അടക്കം ഇടപെടലിലേക്ക് വരുന്നെങ്കിൽ പാകിസ്ഥാന് കാതലായി അത് ചൂണ്ടിക്കാട്ടാനുള്ള അവസരം ഉണ്ടാകാൻ പാടില്ല. വളരെ ചുരുക്കി മറുപടി. തീർച്ചയായും താങ്കളോട് ആരോടാ ചോദ്യം? ജോർജ് കുര്യൻ താങ്കളോട് ചുരുക്കി മറുപടി. തീർച്ചയായിട്ടും അതെ, ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം, ശ്രീ യെച്ചൂരിയും ഡി രാജയും അവിടെ വിഘടനവാദിയുടെ അടുത്ത് പോയി നിൽക്കുന്ന കണ്ടപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ തോന്നിയത് തങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ നേതാക്കന്മാർ അവിടെ പോയി നിൽക്കുന്നതായിട്ടാണ്. ആരും അതിനെ കുറ്റം പറഞ്ഞില്ല. BJPയും കോൺഗ്രസും അവരുടേതായിട്ടുള്ള നയങ്ങളും, ഇടതുപക്ഷത്തിൻ്റെ നയം, സർവകക്ഷി സംഘമാണ് പോയത്. ശ്രീ ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ അതിനെ ആരും ചീത്തയായിട്ട് കണ്ടിട്ടില്ല, ആരും വിമർശിച്ചിട്ടില്ല. എനിക്ക് തോന്നിയത് എൻ്റെ രാഷ്ട്രത്തിൻ്റെ നേതാക്കന്മാർ അവിടെ പോയി നിൽക്കുന്നു, അയാളിങ്ങനെ ഒരു ദ്വാരത്തിൽ കൂടെ നോക്കുന്നു, തുറക്കില്ല എന്ന് പറയുന്നു. ആ ഒരു ധാർഷ്ട്യമാണ് നമുക്ക് ദുഃഖമുണ്ടായത്. മറ്റൊരു കാര്യം, തീർച്ചയായിട്ടും ഈ ചൈനയുടെ പോലും സമീപനത്തിൽ മാറ്റമുണ്ടാകും. ചൈന ഈ നടപടി എടുക്കാൻ കാരണം ടിബറ്റാണ്, ടിബറ്റിൽ നമ്മുടെ സമീപനമാണ്. മറ്റൊന്ന്, ദക്ഷിണ ചൈന കടലിനെ പറ്റിയുള്ള ഇന്ത്യയുടെ സമീപനവും ഇന്ത്യയുടെ NSCയുടെ താല്പര്യവും കൂടി വരുന്ന അവസരത്തിൽ നാളെ ഒരിക്കൽ, ഞാനിത് സർക്കാരിൻ്റെ നയമല്ല പറയുന്നത്, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. കാരണം മ്യാൻമാറിൽ ഈ മാറ്റമുണ്ടായതാണ്. മ്യാൻമാർ ഒരു കാലഘട്ടത്തിൽ ചൈനയുടെ കൂടെ തന്നെയായിരുന്നു. നമ്മുടെ ഒരു നേവിയുടെ ചീഫിന് അവസാനമായി ഡോക്ടർ ബെന്നി, അവസാനമായി ഈ പറയുന്ന രീതിയിലുള്ള സങ്കീർണതകളൊക്കെ അവസാനിക്കണമെങ്കിൽ മറിച്ചുള്ള ചർച്ചകളിലേക്കൊക്കെ പോകണം. അതിനുള്ള വാതിൽ കൂടി ഈ അവസരത്തിനുള്ള സാധ്യതയുണ്ടോ? വളരെ ചുരുക്കി കാതലായ വിഷയങ്ങൾ, കശ്മീർ അടക്കം.
കാശ്മീർ അടക്കമുള്ളതായ വിഷയങ്ങൾക്ക് പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ. സുരക്ഷിതമായ സമ്പന്നമായ ഒരു പാകിസ്ഥാൻ ഇന്ത്യയുടെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന ബോധ്യം ഇന്ത്യക്കുണ്ടാകണം. പാകിസ്ഥാൻ എന്ന രാജ്യം ദുർബലമാകുന്നുവെങ്കിൽ അത് ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിന് എന്നും ഭീഷണിയാണ്. ശക്തമായ ഒരു ഇന്ത്യ, ഇന്ത്യൻ സഹോദരങ്ങളാണ് പാകിസ്ഥാൻ. ഇന്ത്യയും പാകിസ്ഥാനും സമാധാനത്തിലൂടെ ഐശ്വര്യത്തിലൂടെ വളരണം എന്നുള്ളൊരു മാനസികാവസ്ഥ രണ്ട് രാജ്യങ്ങൾക്ക് ഉണ്ടാകാത്തിടത്തോളം കാലം ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. തീർച്ചയായും. വളരെ നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. പാക് വിഷയം വീണ്ടും സജീവമാകുന്നു. ഭീകരരെ മുൻനിർത്തിയുള്ള വ്യക്തമായ തന്ത്രങ്ങൾ പാകിസ്ഥാൻ മെനയുന്നു.